हरि ओम। ओम। ओम शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। गुरवे सर्वलोकानां विषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। जन्माद्यस्य यदोन्वयादितरतश्चार्थेष्वभिज्ञस्वराट् तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरयः। तेजो वारिमृतं यदा विनिमयो यत्र त्रिसर्गो मृषा धाम्ना स्वेन सदा निरस्तकुहकं सत्यं परं धीमहि। धर्मः प्रोज्झितकैतवोऽत्र परमो निर्मत्सराणां सतां वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनम्। श्रीमद्भागवते महामुनिकृते किं वा परैरीश्वरः सद्यो हृद्यवरुध्यतेऽत्र कृतिभिः शुश्रूषुभिस्तत्क्षणात्। निगमकल्पतरोर्गलितं फलं सुखमुखादमृतद्रवसंयुतं पिबद भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। यं प्रव्रजन्तमनुपेतमपेतकृत्यं द्वैपायनो विरहकातर आजुहाव पुत्रेति तन्मयतया तरवोऽभिनेदुः तं सर्वभूतहृदयं मुनिमानतोऽस्मि। यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमतितितिर्षतां तमोन्दं संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनाम्। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। यं ब्रह्मा वरुणेन्द्ररुद्रमरुदः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः। ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुःसुरासुरगणाः। देवाय तस्मै नमः। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परं ब्रह्म भासदां पुरतो मम। भूतैर्महद्भिर्यैमा पुरो विभुः निर्मायशेते यदमुषु पूरुषः भुङ्क्ते गुणान् षोडश षोडशात्मकः सोऽलङ्कृषीष्ट भगवान् वचांसि मे। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नमः पङ्कजनाभाय नमः पङ्कजमालिने नमः पङ्कजनेत्राय नमस्ते पङ्कजाङ्ग्रये। पीताम्बरं करविराजितशङ्खचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि।
വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ നാരായണായ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭാഗവതം ദ്വിതീയ സ്കന്ധത്തിലെ 1-ാം അധ്യായം നമ്മൾ ഇന്നലെ വർണ്ണിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കണം. 1-ാം അധ്യായത്തിൽ അവസാന ഭാഗം അഥവാ വിരാട് പുരുഷ സ്തുതി അല്ലെങ്കിൽ വിരാട് പുരുഷ ധ്യാനം, ആ ഭാഗം നമുക്ക് വായിച്ചിട്ട് 2-ാം അധ്യായത്തിലേക്ക് വരാം. 1-ാം അധ്യായത്തിലെ 22-ാം ശ്ലോകം മുതൽക്ക് പരീക്ഷത്തിൻ്റെ ചോദ്യം മുതൽക്കുള്ളത് വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദ്വിതീയസ്കന്ധേ പ്രഥമോऽധ്യായഃ. രാജോവാച യഥാ സന്ധാര്യത്തെ ബ്രഹ്മൻ ധാരണാ യത്ര സമ്മത യാദൃശീ വാഹരേദാശു പുരുഷസ്യ മനോമലം. ശ്രീശുക ഉവാച ജിതാസനോ ജിതശ്വാസോ ജിതസംഗോ ജിതേന്ദ്രിയഃ സ്ഥൂലേ ഭഗവതോ രൂപേ മനഃസന്ധാരയേദ്യ. വിശേഷസ്തസ്യ ദേഹോയം സ്ഥവിഷ്ടശ്ച സ്ഥവീയസാം യത്രേദം ദൃശ്യത്തെ വിശ്വം ഭൂതം ഭവ്യം ഭവച്ച സത്. ആണ്ഡകോശേ ശരീരേസ്മിൻ സപ്താവരണ സംയുതേ വൈരാജഃ പുരുഷോ യോऽസൗ ഭഗവാൻ ധാരണാശ്രയഃ. പാതാളമേതസ്യ ഹി പാദമൂലം പടന്തി പാർഷ്ണി പ്രപദേരസാതലം. മഹാതലം വിശ്വസൃജോതഗുൽഭൗ തലാതലം വൈ പുരുഷസ്യ ജംഘേ. ദ്വേ ജാനുനീ സുതലം വിശ്വമൂർത്തേഃ ഊരുദ്വയം വിതലം ചതലം ച മഹീതലം തജ്ജഗനം മഹീപതേ നഭസ്ഥലം നാഭിസരോ ഗൃണന്തി. ഉരസ്ഥലം ജ്യോതിരനീകമസ്യ ഗ്രീവാമഹർവദനം വൈജനോസ്യ തപോരരാടീം വിദുരാദിപുംസഃ സത്യം തു ശീർഷാണി സഹസ്രശീർഷ്ണഃ. ഇന്ദ്രാദയോ ബാഹവ ആഹുരുസ്രാഹ കർണൗ ദിശശ്രോത്രമമുഷ്യ ശബ്ദഃ. നാസത്യദസ്രൗ പരമസ്യ നാസേ ഘ്രാണോസ്യ ഗന്ധോ മുഖമഗ്നിരിദ്ധഃ. ദ്യൗരക്ഷിണീ ചക്ഷുരഭൂത് പതംഗഃ പക്ഷ്മാണി വിഷ്ണോരഹനീകുബേ ച തദ്ബ്രൂവിജൃംഭഃ പരമേഷ്ഠിരിഷ്ണ്യം ആപോസ്യ താലൂ രസയേവ ജിഹ്വാ. ചന്ദാംസ്യനന്ദസ്യ ശിരോ ഗൃണന്തി ദംഷ്ട്രായമസ്നേഹകലാദ്വിജാനി ഹാസോ ജനോന്മാദകരീ ച മായാ ദുരന്തസർഗോ യദപാംഗമോക്ഷഃ. വ്രീഡോത്തരോഷ്ടോ അദര ഏവ ലോഭോ ധർമ്മസ്തനോ അധർമ്മപദോസ്യ പൃഷ്ടം. കസ്തസ്യ മേഢ്രം വൃഷണൗ ച മിത്രൗ കുക്ഷിഃ സമുദ്രാ ഗിരയോസ്തി സംഗാഃ. നദ്യോസ്യ നാഡ്യോതനൂരുഹാണി മഹീരുഹാ വിശ്വതനോർനൃപേന്ദ്ര. അനന്തവീര്യഃ ശ്വസിതം മാതരിഷ്വ ഗതിർവയ കർമ്മഗുണപ്രവാഹഃ. ഈശസ്യ കേശാൻ വിദുരംബുവാഹാൻ വാസസ്തു സന്ധ്യാം കുരുവര്യപുംനഃ. അവ്യക്തമാഹുർഹൃദയം മനശ്ച സ ചന്ദ്രമാ സർവവികാരകോശഃ. വിജ്ഞാനശക്തിം മഹിമാമനന്തി സർവാത്മനോऽന്ധഃകരണം ഗിരിത്രം. അശ്വാശ്വതര്യുഷ്ട്രഗജാനഘാനി സർവേ മൃഗാ പശവ ശ്രോണിദേശേ. വയാംസി തദ്വ്യാകരണം വിചിത്രം മനുർമനീഷാ മനുജോ നിവാസഃ. ഗന്ധർവ വിദ്യാധരചാരണാപ്സരസ്വരസ്മൃതിർ അസുരാനീകവീര്യഃ. ബ്രഹ്മാനനം ഛത്രഭുജോ മഹാത്മാ വിഡൂരുരംഘ്രിസ്ത്രിതകൃഷ്ണവർണ്ണഃ.
നാനാവിധാഭിജ്ജഗണോപപന്നോ ദ്രവ്യാത്മകർമ്മവിധാനയോഗഃ ഇയാനസൗ ഈശ്വരവിഗ്രഹസ്യ യസ്സന്നിവേശഃ കഥിതോ മയാ തേ സന്ധാര്യതേസ്മിൻ വപുഷിസ്തവിഷ്ടേ മനസ്വബുദ്ധ്യാ നയതോസ്തി കിഞ്ചിത് സ സർവതീവൃത്യനുഭൂത സർവ ആത്മാ യഥാ സ്വപ്നജനേക്ഷിതൈകഃ തം സത്യമാനന്ദനിധിം ഭജേത നാന്യത്ര സജ്ജേത് യത ആത്മപാദഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വിതീയസ്കന്ധേ മഹാപുരുഷ സംസ്ഥാനുവർണ്ണനേ പ്രഥമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. അപ്പോൾ മരണം ആസന്നനായിട്ടുള്ള പുരുഷൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള പരീക്ഷിത്ത് രാജാവിൻ്റെ ചോദ്യത്തിന് ശുകബ്രഹ്മർഷി മറുപടി പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ, അന്തേ നാരായണ സ്മൃതി, അവസാനത്തിൽ ഭഗവത് സ്മരണയാണ് മരണസമയത്ത് വേണ്ടത്. അതിനായിക്കൊണ്ട് വീട് വിട്ടിറങ്ങി വനത്തിൽ വന്ന് ഏകാന്തത്തിൽ ശുദ്ധദേശത്ത് ആസനജയം നേടി പ്രാണജയം നേടി മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ഭഗവാനെ ധ്യാനിക്കണം. ഭഗവാന്റെ മനോഹരമായ രൂപത്തെ അംഗപ്രത്യംഗമായി ധ്യാനിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അംഗപ്രത്യംഗം ധ്യാനിച്ച് അവസാനം ഭഗവാന്റെ പുഞ്ചിരിയിലേക്ക് ധ്യാനത്തെ വളർത്തി രൂപം വെടിഞ്ഞ് രൂപമില്ലാത്ത ഒരവസ്ഥയിൽ മനസ്സിനെ ഉറപ്പിക്കണം. നിർഗുണ നിരാകാരമായിരിക്കുന്ന ഭാവത്തിലേക്ക് മനസ്സിനെ ഉറപ്പിക്കണം. അതായിരുന്നു ആദ്യം ഉപദേശിച്ചത്. എന്നാൽ അത് എല്ലാവർക്കും എളുപ്പത്തിൽ സാധിക്കുന്നതല്ല. കാരണം ഒരു ഭഗവാന്റെ രൂപം ധ്യാനിക്കണമെങ്കിൽ അതിനൊരു സംസ്കാരം ഉണ്ടാവണം. ഭഗവാന്റെ ഏതെങ്കിലും ഒരു രൂപവുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരിക്കണം, വളരെ പ്രേമമുണ്ടായിരിക്കണം. അപ്പോൾ അത് ചിരകാലത്തെ അഭ്യാസം കൊണ്ട് മാത്രമേ ആ പ്രേമം ഉണ്ടാവുകയുള്ളൂ. ഭഗവത് രൂപം ധ്യാനിക്കുമ്പോൾ നമുക്കത് ആസ്വദിക്കാനാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു രൂപം ധ്യാനിച്ച് ശീലമില്ലാത്തവർ എന്ത് ചെയ്യും എന്നാണെങ്കിൽ, കാണുന്നതെല്ലാം ഈശ്വരൻ്റെ രൂപമാണെന്ന് ഭാവന ചെയ്യാനായിട്ടുള്ള ഏറ്റവും സ്ഥൂലമായിട്ടുള്ളൊരു രൂപം പറഞ്ഞു കൊടുത്തുകൊണ്ട്, നമുക്കത് ധ്യാനിക്കാൻ കഷ്ടമുണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ നിത്യവും ധ്യാനിക്കുന്ന വിഷയങ്ങളാണ് ഇവിടെ ഭഗവാന്റെ അവയവങ്ങളായി ധ്യാനിക്കപ്പെടുന്നത്. നമ്മൾ നിത്യവും കാണുന്ന, നമുക്ക് അനുഭവമുള്ള നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ തന്നെയാണ് ഈശ്വരൻ്റെ രൂപമായി ഭാവന ചെയ്യാൻ പറയുന്നത്. അതുകൊണ്ട് എന്നെക്കൊണ്ടാവില്ല എന്ന് ഏതൊരു മൂഢനും പറയാൻ പറ്റില്ല. ഒഴിവ് കഴിവ് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ ലോകത്തിലെ പല വസ്തുക്കളെയും സത്യമായി കരുതി അതിനെ നമ്മൾ നിരന്തരം ചിന്തിക്കുന്നുണ്ട്, ധ്യാനിക്കുന്നുണ്ട്. വിഷയധ്യാനമാണെന്ന് മാത്രം. അപ്പോൾ ആ വിഷയങ്ങളെ തന്നെ ഒന്ന് മാറ്റി അത് ഈശ്വരനാണ് എന്നുള്ള ഭാവന കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എന്തൊന്ന് കാണുമ്പോഴും അതെല്ലാം ഈശ്വരൻ്റെ ഓർമ്മപ്പെടുത്തലാണ്, ഈശ്വരനെ സ്മരിക്കുവാനുള്ള ഉപായമാണ്, ഈശ്വരൻ്റെ അവയവങ്ങളായിട്ടാണ് കാണുന്നത്. അങ്ങനെ 14 ലോകങ്ങളെ ഈശ്വരൻ്റെ 14 അല്ലെങ്കിൽ എന്താ പറയുക കാലടി തൊട്ട് മൂർധാവ് വരെയുള്ള അവസ്ഥകളായിട്ട് കാണിച്ചു. അതിനുശേഷം ഓരോ ദേവന്മാരും ഏതേത് അവയവങ്ങളാണ്, അഥവാ വിരാട് പുരുഷൻ്റെ ഏതേത് അവയവങ്ങളുടെ ദേവതകളായി കുടികൊള്ളുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രാദി ദേവന്മാർ
ഭഗവാന്റെ ബാഹുക്കളാണ്, വിരാട് പുരുഷൻ്റെ ബാഹുക്കളാണ്. ദിക്കുകൾ വിരാട് പുരുഷൻ്റെ കർണങ്ങളാണ്. ശബ്ദം അദ്ദേഹത്തിൻ്റെ ശ്രോത്രേന്ദ്രിയമാണ്. അശ്വിനി ദേവന്മാർ രണ്ടുപേർ അദ്ദേഹത്തിൻ്റെ നാസികകളാണ്. അദ്ദേഹത്തിൻ്റെ മൂക്കാണ് ഗന്ധം. അദ്ദേഹത്തിൻ്റെ വായാണ് ജ്വലിക്കുന്നതായിട്ടുള്ള അഗ്നി. അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണുകളായി ഭവിച്ചു സൂര്യൻ. ചക്ഷുരഭൂത് പതംഗ, അദ്ദേഹത്തിൻ്റെ നേത്രേന്ദ്രിയമായി പതംഗം ഭവിച്ചു. അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണുകൾ അന്തരീക്ഷമാണ്, ദ്യൗഹു അക്ഷിണി. അതുപോലെ പകലും രാത്രിയുമാണ് അദ്ദേഹത്തിൻ്റെ പുരിക അഥവാ കൺപോളകൾ. അദ്ദേഹത്തിൻ്റെ പുരികത്തിൻ്റെ ചലനമാണ് ബ്രഹ്മാവിൻ്റെ വാസസ്ഥാനം. അദ്ദേഹത്തിൻ്റെ താലു എന്ന അണ്ണാക്കാണ് ജലം. അദ്ദേഹത്തിൻ്റെ നാവാണ് രസം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളായ വേദങ്ങളെ അദ്ദേഹത്തിൻ്റെ ശിരസ്സായി പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ദംഷ്ട്രകൾ യമനാകുന്നു. പക്ഷികൾ പുത്രവാത്സല്യാദി ഭാവങ്ങളാകുന്നു. അദ്ദേഹത്തിൻ്റെ പുഞ്ചിരിയാണ് മായ, ജനങ്ങളെ മയക്കുന്ന മായ. ഭഗവാന്റെ കടാക്ഷമാണ് അനന്തമായ സൃഷ്ടി കർമ്മം. ഭഗവാന്റെ ഉത്തരോഷ്ടം അത് ലജ്ജയാകുന്നു. ഭഗവാന്റെ അധരം, താഴെയുള്ള ചുണ്ട്, അത് ലോഭമാകുന്നു. അദ്ദേഹത്തിൻ്റെ സ്തനങ്ങളാകുന്നു ധർമ്മം. അദ്ദേഹത്തിൻ്റെ പിൻഭാഗമാകുന്നു അധർമ്മം. ബ്രഹ്മദേവൻ അദ്ദേഹത്തിൻ്റെ പ്രത്യുൽപാദനേന്ദ്രിയമാകുന്നു. മിത്രാവരുണന്മാരാകുന്നു അദ്ദേഹത്തിൻ്റെ വൃഷണങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഉദരം സമുദ്രമാകുന്നു. അദ്ദേഹത്തിൻ്റെ അസ്ഥികളാകുന്നു പർവ്വതങ്ങൾ. നദികൾ നാഡികളും വൃക്ഷങ്ങൾ അദ്ദേഹത്തിൻ്റെ രോമങ്ങളും. അതുപോലെ അദ്ദേഹത്തിൻ്റെ ശ്വാസോച്ഛ്വാസം തന്നെയാണ് അന്തരീക്ഷ വായു. അദ്ദേഹത്തിൻ്റെ സഞ്ചാരമാണ് കാലം. അദ്ദേഹത്തിൻ്റെ കർമ്മം എന്ന് പറയുന്നത് ഗുണങ്ങളുടെ പ്രവാഹമാണ്. മേഘങ്ങളെ അദ്ദേഹത്തിൻ്റെ കേശങ്ങളായി പറയപ്പെടുന്നു. സന്ധ്യ അദ്ദേഹത്തിൻ്റെ വസ്ത്രമാകുന്നു. അവ്യക്തമാകുന്നു അദ്ദേഹത്തിൻ്റെ ഹൃദയം. അദ്ദേഹത്തിൻ്റെ മനസ്സാണ് ചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ വിജ്ഞാനശക്തിയെ മഹത്തത്വം എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അന്ധക്കരണം അഥവാ അഹങ്കാരമാണ് മഹാദേവൻ ഗിരിത്രൻ. അതുപോലെ കുളമ്പുകളുള്ളതായിട്ടുള്ള മൃഗങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ നഖങ്ങളാകുന്നു. മറ്റ് മൃഗങ്ങളും പശുക്കളും അദ്ദേഹത്തിൻ്റെ അരക്കെട്ടാകുന്നു. അതുപോലെ പക്ഷികൾ അദ്ദേഹത്തിൻ്റെ കരകൗശലമാകുന്നു. സ്വയംഭൂമനു അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാകുന്നു. മനുഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ നിവാസസ്ഥാനമാകുന്നു. ഗന്ധർവ വിദ്യാധര ചാരണന്മാരും അപ്സരസ്സുകളും അസുര സമൂഹങ്ങളും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ സ്വരങ്ങളും സ്മൃതികളും ആകുന്നു. ബ്രാഹ്മണർ വിരാട് പുരുഷൻ്റെ മുഖമാകുന്നു. ക്ഷത്രിയന്മാർ അദ്ദേഹത്തിൻ്റെ കൈകളാകുന്നു. ഊരുക്കൾ അദ്ദേഹത്തിൻ്റെ ഊരുക്കൾ വൈശ്യന്മാരാകുന്നു. അദ്ദേഹത്തിൻ്റെ പാദത്തെ ആശ്രയിച്ചവരാകുന്നു ശൂദ്രന്മാർ, കൃഷ്ണവർണ്ണന്മാർ. ഇങ്ങനെ നാനാനാമങ്ങളാലും നാനാ സമൂഹങ്ങളാലും ദ്രവ്യങ്ങളായി അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കർമ്മവിധാന യോഗമാകുന്നു, അദ്ദേഹത്തിൻ്റെ യജ്ഞങ്ങളാകുന്നു. ഇങ്ങനെയുള്ള ഈശ്വര വിഗ്രഹത്തിൻ്റെ സന്നിവേശം എന്നാൽ നിലക്കായിക്കൊണ്ടതാ പറയപ്പെട്ടു. ഈ സ്തവിഷ്ടമായ വപുസ്സിൽ ധാരണ ചെയ്യേണ്ടതാണ്. ഇതിൽ നിന്ന് അന്യമായിട്ട് വേറൊന്നുമില്ല എന്നും സ്വബുദ്ധി കൊണ്ട് മനസ്സിനെ പഠിപ്പിച്ച് ധാരണ ചെയ്യിക്കണം. അങ്ങനെ സർവതീവൃത്തി അനുഭൂത സർവഹ സഹ, എല്ലാ ബുദ്ധിവൃത്തികളാലും നമ്മൾ അനുഭവിക്കുന്ന സർവവും അവൻ തന്നെയാണ്. അവൻ തന്നെയാണ് എല്ലാവരുടെയും ആത്മാ. ആ സത്യവും ആനന്ദനിധിയുമായിരിക്കുന്ന അവനെ ഭജിച്ചാലും വേറെ ഒന്നിലും മനസ്സ് പോകാതിരിക്കട്ടെ. ന അന്യത്ര സജ്ജേത്, എന്തെന്നാൽ യതഃ ആത്മപാദ, വേറെന്തിനെങ്കിലുമൊക്കെ മനസ്സുകൊണ്ട് ധ്യാനിച്ചാൽ ഈശ്വരനിൽ നിന്ന് അന്യമാണ് ഈ ലോകം. ഈ ലോകത്തിലുള്ള ഏതെങ്കിലും വസ്തുക്കൾ എന്ന് വിചാരിച്ചാൽ അപ്പോൾ ഭ്രമമുണ്ടാകും, അപ്പോൾ മായ പിടികൂടും, അപ്പോൾ
സംസാരമുണ്ടാകും, ദുഃഖമുണ്ടാകും, ആത്മപാദം സംഭവിക്കും. അതുകൊണ്ട് ജഗത്തിൽ എന്ത് കണ്ടാലും യത് കിഞ്ച ജഗത്യാം ജഗത് ഈശാവാസ്യം, ഈശ്വരനെ അതിൽ കാണണം, ഈശ്വര ദൃഷ്ടിയോടുകൂടി കാണണം എന്ന് വിരാട് പുരുഷ ഉപാസനയുടെ തത്വത്തെ ഉപദേശിച്ചു കൊടുത്തു. ഇനി കുറേ സാമാന്യമായിട്ടുള്ള കാര്യങ്ങൾ സുഖബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുന്നു. കുറച്ച് വായിച്ചിട്ട് നമുക്ക് വ്യാഖ്യാനത്തിലേക്ക് വരാം. 37 ശ്ലോകങ്ങളാണ് 2-ാം അധ്യായത്തിലുള്ളത്. കുറച്ച് വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ദ്വിതീയോധ്യായഃ. ശ്രീശുക ഉവാച. ഏവം പുരാധാരണയാത്മയോനിഃ നഷ്ടാം സ്മൃതിം പ്രത്യവരുദ്ധ്യ തുഷ്ടാത് തദാ സസർജേതമമോഘദൃഷ്ടിഃ യദാപ്യയാത് പ്രാഗ് വ്യവസായ ബുദ്ധിഃ. ശാബ്ദസ്യ ഹി ബ്രഹ്മണ ഏഷ പന്ഥ യന്നാമഭിർധ്യായതി ധീരപാർത്ഥൈഃ പരിഭ്രമൻ തത്ര ന വിന്ദതേ അർത്ഥാൻ മായാമയേ വാസനയാ ശയാനഃ. അത കവിർനാമസു യാവദർത്ഥഃ സ്യാദപ്രമത്തോ വ്യവസായ ബുദ്ധിഃ സിദ്ധേന്യഥാർത്ഥേന യതേത തത്ര പരിശ്രമം തത്ര സമീക്ഷമാണഃ. സത്യാം ഹിതൗ കിം കശിപോഃ പ്രയാസൈഃ ബാഹൗ സ്വസിദ്ധേ ഹ്യുപബർഹണൈ കിം സത്യഞ്ജലൗ കിം പുരുധാന്നപാത്ര്യ ദിഗ്വൽക്കലാദൗ സതി കിം ദുകൂലൈഃ ചീരാണി കിം പതിന സന്ധി ദിശന്തി ഭിക്ഷാം നൈവാംഗ്രിപാ പരഭൃതഃ സരിതോപ്യശുഷ്യൻ രുദ്ധാഗുഹാ കിമജിതോ അവധിനോപസന്നാൻ കസ്മാത് ഭജന്തി കവയോ ധനദുർമദാന്താൻ. ഏവം സ്വചിത്തേ സ്വതയേവ സിദ്ധഃ ആത്മാ പ്രിയോർത്ഥോ ഭഗവാനനന്ദഃ തം നിർവൃതോ നിയതാർത്ഥോ ഭജേത സംസാരഹേതൂപരമശ്ച യത്ര. കസ്താം ത്വനാധൃത്യ പരാനുചിന്താം ഋതേ പശൂൻ അസതീം നാമ യുഞ്ജ്യാത് പശ്യൻ ജനം പതിതം വൈതരണ്യാം സ്വകർമ്മജാൻ പരിതാപാൻ ജുഷാണം. കേചിത് സ്വദേഹാന്തർഹൃദയാവകാശേ പ്രാദേശമാത്രം പുരുഷം വസന്തം ചതുർഭുജം കഞ്ചരതാംഗശങ്കഗദാധരം ധാരണയാ സ്മരന്തി. പ്രസന്നവക്ത്രം നളിനായതേക്ഷണം കദംബകിഞ്ചൽ കപിശങ്കവാസസം ലസന്മഹാരത്ന ഹിരൺമയാംഗദം സ്ഫുരന്മഹാരത്ന കിരീടകുണ്ടലം. ഉന്നിദ്രഹൃത്പങ്കജകർണികാലയേ യോഗേശ്വരാസ്ഥാപിതപാദപല്ലവം ശ്രീലക്ഷ്മണം കൗസ്തുഭരത്നകന്ദരം അമ്ലാനലക്ഷ്മ്യാവനമാലയാചിതം വിഭൂഷിതം മേഖലയാങ്കുലീയകൈഃ മഹാധനൈർനൂപുരകങ്കണാദിഭിഃ സ്നിഗ്ധാമലാകുഞ്ചിതനീലകുന്തളൈഃ വിരോചമാനാനനഹാസപേശലം. അദീനലീലാഹസിദേക്ഷണോല്ലസദ്ഭ്രൂഭംഗസംസൂചിത ഭൂര്യനുഗ്രഹം ഈക്ഷേത ചിന്താമയമേനമീശ്വരം യാവന്മനോധാരണയാവതിഷ്ഠത്തെ. ഏകൈകശോങ്കാനി ദിയാനുഭാവയേത് പാദാദിയാവദ് ഹസിതം ഗദാവൃതഃ ജിതം ജിതം സ്ഥാനമപോഹ്യ ധാരയേത് പരം പരം ശുദ്ധ്യതിർയഥാ യഥാ. യാവന്ന ജായേത പരാവരേസ്മിൻ വിശ്വേശ്വരേ ദ്രഷ്ടരി ഭക്തിയോഗഃ താവൽ സ്തവീയഃ പുരുഷസ്യ രൂപം ക്രിയാവസാനേ പ്രയതസ്മരേത. സ്ഥിരം സുഖം ചാസനമാശ്രിതോ യതിഃ യദാ ജിഹാസുർ ഇമമംഗലോകം കാലേ ച ദേശേ ച മനോ ന സജ്ജയേത് പ്രാണാൻ നിയച്ഛേത് മനസാ ജിദാസുഃ. മനസ്വബുദ്ധ്യാമലയാ നിയമ്യ ക്ഷേത്രജ്ഞയേതാം വിനയേത്തമാത്മനി ആത്മാനമാത്മന്യവരുദ്ധ്യ ധീരോ ലബ്ധോപശാന്തിർവിരമേത കൃത്യാത്.
നയത്ര കാലോ നിമിഷാം പരഃ പ്രഭുഃ കുതോ नु ദേവാ ജഗതാം യൈശിരി നയത്ര സത്വം ന രജസ്തമശ്ച ന വൈവികാരോ ന മഹാൻ പ്രധാനം പരം പദം വൈഷ്ണവമാമനന്ദി തദ് യന്നേതി നേതീതി അതതുൽസിസൃക്ഷവഃ വിസൃജ്യ ദൗരാത്മ്യമനന്യ സൗഹൃദാഃ ഹൃദോ ബഗുഹ്യാർഹപദം പദേ പദേ ഇത്തം മുനിസ്തു പരമേദ്വ്യവസ്ഥിതോ വിജ്ഞാനദൃഗ്വീര്യസുരന്ദിതാശയഃ സ്വപാർഷ്ണിനാ പീഡ്യ ഗുദം തതോനിലം സ്ഥാനേഷു ഷട്സുന്നമയേജിതക്ലമഃ നാഭ്യാം സ്ഥിതം ഹൃദ്യതിരോപ്യതസ്മാത് ഉദാനഗത്യോരസിതം നയേന്മുനിഃ തതോനുസന്ധായ ധിയാ മനസ്വി സ്വതാലുമൂലം ശനകൈർനയേത തസ്മാത് ഭ്രുവോരന്തരമുന്നയേത നിരുദ്ധസപ്തായതനോനപേക്ഷഃ സ്ഥിത്വാ മുഹൂർത്താർദ്ധമകുണ്ഠദൃഷ്ടിഃ നിർഭിദ്യമൂർധൻ വിസൃജേത് പരം ഗതഃ. 21 ശ്ലോകം വരെ വായിച്ചു. അപ്പോൾ അവസാന കാലത്ത് മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ വിവിധ ഉത്തരങ്ങളാണ്. ഭഗവാനെ ധ്യാനിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി പ്രാണനെ എല്ലാം ഉള്ളിലോട്ട് വലിച്ച് മുകളിലോട്ട് ഉയർത്തി മൂർധാവിലേക്ക് കൊണ്ടുവന്ന് ആ മൂർധാവിലൂടെ പ്രാണനെ ഉപേക്ഷിക്കുന്ന ആ സമാധി എന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു വിഷയമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതുവരെ വായിച്ച ഭാഗം. അത് കഴിഞ്ഞിനി അങ്ങനെ പ്രാണൻ വെടിഞ്ഞ് മുകളിലോട്ട് പോകുന്നവർക്കുണ്ടാകുന്ന 2 ഗതികൾ. ഒന്ന് സദ്യോമുക്തി എന്ന് പറയുന്ന അപ്പം തന്നെ പരബ്രഹ്മ ലയം, അല്ലെങ്കിൽ ക്രമമുക്തി എന്ന് പറയുന്ന മറ്റു ഊർധ്വലോകങ്ങളിലൊക്കെ പോയി കുറച്ചു കാലം താമസിച്ച് അവിടുത്തെ സുഖഭോഗങ്ങളൊക്കെ അനുഭവിച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ബ്രഹ്മലോക പര്യന്തം ചെന്ന് പിന്നെ ബ്രഹ്മാവിനോടുകൂടെ പ്രളയം പ്രാപിക്കുന്നത് ക്രമമുക്തി. അപ്പോൾ ആ 2 പടികളെ സദ്യോമുക്തി, ക്രമമുക്തി, അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങുകയാണ് 22ാമത്തെ ശ്ലോകം മുതൽക്ക്. അത് വായിച്ചില്ല നമ്മൾ. 21 വരെ സമാധി എന്നുള്ള ആ ദേഹത്യാഗം, പ്രാണത്യാഗം, അതുവരെയുള്ള ഭാഗമാണ് വായിച്ചത്. അപ്പോൾ ഈ വിരാട് പുരുഷ ഉപാസനയെക്കുറിച്ച് പറഞ്ഞ് അതിൻ്റെ മാഹാത്മ്യം പറഞ്ഞുകൊണ്ട് തുടരുകയാണ് ശുകബ്രഹ്മർഷി പരീക്ഷിത്തിനോട്. സ്ഥൂലത്തിൽ നിന്ന് മനസ്സിനെ സൂക്ഷ്മത്തിലേക്ക് നയിക്കുവാനുള്ള ഉപദേശമാണ് പിന്നീട് കൊടുക്കുന്നത്. നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച ഏവം പുരാ ധാരണയാത്മയോനിഃ നഷ്ടാം സ്മൃതിം പ്രത്യവരുദ്ധ്യ തുഷ്ടാത് തദാ സസർജേതമമോഘദൃഷ്ടിഃ യദാപ്യയാത് പ്രാഗ് വ്യവസായ ബുദ്ധിഃ. അപ്പോൾ ഈ വിശ്വരൂപ ധ്യാനം അഥവാ വിരാട് പുരുഷ ധ്യാനം, അതുകൊണ്ട് എന്തും സാധിക്കും. അത് ധ്യാനിച്ചാൽ ബ്രഹ്മാവിൻ്റെ പദവി വരെ ലഭിക്കും. കാരണം ഈ വിരാട് പുരുഷ ഉപാസനയിലൂടെ ഒരാൾക്ക് ഹിരണ്യഗർഭത്വം വരെ ലഭിക്കും എന്ന് ശാസ്ത്രങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. എന്നുവെച്ചാൽ സർവവും ഞാനെന്നുള്ള ഭാവമാണിവിടെ, സർവാത്മഭാവം. അങ്ങനെ സർവാത്മഭാവത്തിൽ ധ്യാനിക്കുന്ന ഒരാൾക്ക് ബ്രഹ്മാവോളം വലുപ്പമായി. കാരണം ബ്രഹ്മാവാണ് സ്വയം വിചാരിക്കുന്നത് ഈ ലോകമെല്ലാം താൻ തന്നെയാണ്, ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ താനാണ്, തന്നിൽ നിന്നാണ് ഈ ലോകമെല്ലാം ഉണ്ടാകുന്നത്
എന്നുള്ള ആ ഒരു വികാസമുള്ള വ്യക്തിയാണ് ആര്? ബ്രഹ്മാവ്, ഹിരണ്യഗർഭൻ എന്നറിയപ്പെടുന്ന ബ്രഹ്മദേവൻ. അദ്ദേഹം സർവാത്മഭാവമുള്ള ആളാണ്, എല്ലാവരിലും ഒരേ സമഭാവമുള്ള ആളാണ്. കാരണം എല്ലാം തന്നിൽ നിന്നുണ്ടായതാണ്, തൻ്റെ തന്നെ സ്ഥൂല ശരീരമാണ്. ബ്രഹ്മാവ് എന്ന് പറയുമ്പോൾ സമഷ്ടി മനസ്സാണ്, ആ സമഷ്ടി മനസ്സിൻ്റെ സമഷ്ടി ശരീരമാണ് ഈ പ്രപഞ്ചം. അപ്പോൾ വലിയ ജീവനാണ് ബ്രഹ്മാവ്. ഒരു എന്താ പറയുക, സാധാരണ ഒരു ശരീരത്തിൽ നമ്മളെല്ലാം ജീവഭാവത്തോടു കൂടി ഇരിക്കുമ്പോൾ സർവ്വ ശരീരങ്ങളിലും അഭിമാനമുള്ള ആളെയാണ് ബ്രഹ്മാവെന്ന് പറയുന്നത്. ഒരു എലേറ്റഡ് ആയിട്ടുള്ള, നമ്മളെക്കാൾ വളരെയധികം ഇവോൾവ്ഡ് ആയിരിക്കുന്ന ഒരവസ്ഥയാണത്. സർവത്തിലും താനെന്ന ഭാവം, ഇതെല്ലാം എൻ്റേത്, ഇതെല്ലാം സൃഷ്ടിച്ചത് ഞാനാണ്, എല്ലാം എനിക്ക് ഒരുപോലെ പ്രിയപ്പെട്ട, നമുക്കെങ്ങനെയാണോ നമ്മുടെ ശരീരത്തിൽ എല്ലാ അവയവങ്ങളും ഒരുപോലെ പ്രിയപ്പെട്ടതായിരിക്കുന്നത്, എവിടെ തൊട്ടാലും എന്നെ തൊടുന്നത്, എവിടെ വേദനിച്ചാലും എനിക്ക് വേദനിക്കുന്നത്, അതുപോലെ ഈ പ്രപഞ്ചത്തിൽ എവിടെ തൊട്ടാലും ബ്രഹ്മാവിനെയാണ് തൊടുന്നത്, എവിടെ വേദനിച്ചാലും ബ്രഹ്മാവിനാണ് വേദനിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഈ സമഷ്ടി സ്ഥൂല ശരീരത്തിൽ അദ്ദേഹം തൻ്റെ സ്ഥൂല ശരീരമായി അഭിമാനിക്കുന്നു. അപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ പദവി നമുക്കും ലഭിക്കുന്നു. എങ്ങനെ? ഈ സമഷ്ടി സ്ഥൂല ശരീരത്തെ, ഈ പ്രപഞ്ചത്തെ നമ്മൾ ഈ വിരാട് പുരുഷനായി ഉപാസിക്കുന്നതിലൂടെ. അതാണ് ഇവിടെ ഏവം പുരാത ധാരണയ ആത്മയോനിഹി നഷ്ടാം സ്മൃതിം പ്രത്യവരുദ്ധ്യ തുഷ്ടാത്. അപ്പോൾ ആത്മയോനി എന്ന് പറഞ്ഞാൽ സ്വയംഭൂ, താൻ തന്നെ തനിക്ക് ഉത്ഭവസ്ഥാനം, തനിക്ക് വേറെ അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ട് സ്വയംഭൂ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ആത്മയോനി എന്ന പ്രയോഗം. അപ്പോൾ താൻ തന്നെ സ്വയം ഉണ്ടായവൻ, അങ്ങനെയുള്ള ബ്രഹ്മാവ് പുരാ പണ്ട് നഷ്ടാം സ്മൃതിം, തനിക്ക് പ്രളയകാലത്ത് നശിച്ചു പോയതായിട്ടുള്ള സ്മൃതിയെ ഏവം ധാരണയാ തുഷ്ടാത് പ്രത്യവരുദ്ധ്യ. ഏവം ധാരണയ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള വിരാട് പുരുഷ ധാരണ കൊണ്ട്, വിശ്വരൂപ ധാരണ കൊണ്ട് പ്രത്യവരുദ്ധ്യ, തുഷ്ടാത് പ്രത്യവരുദ്ധ്യ, തുഷ്ടനായ ഭഗവാനിൽ നിന്ന്, തുഷ്ടനായ സന്തുഷ്ടനായ ഹരിയിൽ നിന്ന് പ്രത്യവരുദ്ധ്യ, ലഭിച്ചിട്ട് എന്നർത്ഥം, വീണ്ടും ലഭിച്ചിട്ട്, തിരിച്ചു കിട്ടിയിട്ട്. അപ്പോൾ ബ്രഹ്മദേവന് പ്രളയകാലത്ത് നഷ്ടപ്പെട്ടതായിട്ടുള്ള ഈ സ്മൃതി ഭഗവാൻ തന്നെ വീണ്ടും സന്തോഷിച്ച് തിരിച്ചു കൊടുത്തു. ഓരോ പ്രളയം കഴിയുമ്പോഴും ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്ന് വേദം നഷ്ടപ്പെട്ടു എന്ന് പറയും. മധുകൈടവന്മാരോ ഹയഗ്രീവന്മാരോ അങ്ങനെയുള്ള പല അസുരന്മാരും വന്ന് ബ്രഹ്മാവിൽ നിന്ന് വേദം തട്ടിയെടുക്കും എന്ന് പറഞ്ഞാൽ, ബ്രഹ്മാവ് വേദങ്ങളാകുന്ന 4 പുസ്തകങ്ങളും ഇങ്ങനെ കൈപ്പിടിച്ചിരിക്കുന്നു, ഏതോ പുസ്തകക്കള്ളന്മാർ വന്നിട്ട് ആ പുസ്തകങ്ങളെ തട്ടിയെടുത്തിട്ട് പോയി എന്നല്ല അതിൻ്റെ അർത്ഥം. അദ്ദേഹത്തിന് ആ ജ്ഞാനം നഷ്ടപ്പെടുന്നു, പൂർവ സ്മൃതിയെല്ലാം നഷ്ടപ്പെടുന്നു എന്ന് തന്നെയാണ്. അറിവെല്ലാം നഷ്ടപ്പെടുന്നു. ആ അറിവ് വീണ്ടും അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ടാണ്. നമ്മളുമൊക്കെ അതെ, ഇന്നലെ രാത്രി കിടക്കാൻ പോയപ്പോൾ ഉറങ്ങിയപ്പോൾ നമ്മുടെ എല്ലാ അറിവും നഷ്ടപ്പെട്ടു. ഉറക്കത്തിൽ നമ്മളൊന്നും അറിഞ്ഞില്ല, എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു. ഉണർന്നെഴുന്നേറ്റപ്പോൾ ആരാ നമുക്ക് വേദങ്ങളെ കൊണ്ടുതന്നത്? നമ്മുടെ ജ്ഞാനത്തെ തമോ ഗുണം വിഴുങ്ങിയിരുന്നു. ഏതൊക്കെയോ ആസുരഭാവം തമോ ഗുണം നമ്മുടെ ജ്ഞാനത്തെ വിഴുങ്ങിയിരുന്നു. ബോധസ്വരൂപനായിട്ടുള്ള ഭഗവാൻ നമ്മുടെ ആ തമോ ഗുണത്തെ നീക്കി മധുകൈടവന്മാരെ വധിച്ച്, ആസുര ശക്തികളെ വധിച്ച് നമ്മുടെ ഉള്ളിൽ വീണ്ടും ആ ജ്ഞാനത്തെ നൽകി. ഹയഗ്രീവനെ വധിച്ച് ജ്ഞാനം നൽകിയതായിട്ടുള്ള ആ ഭഗവാനെ ഓർമ്മിക്കുക.
അപ്പോൾ നമ്മളും രാവിലെ എഴുന്നേറ്റ് ഈ ഭഗവാനെ തന്നെയാണ് ധ്യാനിക്കേണ്ടത്. ബ്രഹ്മദേവന് വേദങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ മത്സ്യമായി അവതരിച്ച് ഹയഗ്രീവനെ വധിച്ച് വേദങ്ങളെ വീണ്ടുകൊടുത്ത ആ മത്സ്യമൂർത്തിക്ക് നമസ്കാരം. മധുകൈടവന്മാരായി വന്ന് ബ്രഹ്മദേവനെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ ആ മധുകൈടവന്മാരെ വധിച്ചു കളഞ്ഞ വിഷ്ണുവിനായി കൊണ്ട് നമസ്കാരം. ആ ചൈതന്യസ്വരൂപന് ജ്ഞാനസ്വരൂപനായി കൊണ്ട് നമസ്കാരം. അതേ നമസ്കാരം തന്നെയാണ് ധ്രുവനും പ്രാർത്ഥിച്ചത്. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംനാ അന്യാൻ ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ആ ധ്രുവൻ പ്രാർത്ഥിച്ചതും അതുതന്നെ. അപ്പം അതുതന്നെയാണ് നമ്മൾ ഓരോ ദിവസവും രാവിലെ ഉണരുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ നഷ്ടപ്പെട്ട സ്മൃതികളെ തിരിച്ചു തന്ന് നമ്മുടെ ഇന്നലത്തെ അറിവിനെ വീണ്ടും നമുക്ക് തിരിച്ചേൽപ്പിച്ച് തുടങ്ങിക്കോളൂ, ഇന്നലെ ചെയ്തതുപോലെ തന്നെ ഇന്നും ചെയ്തോളൂ എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ച് നമ്മുടെ കർത്തവ്യം നമ്മളെ നോക്കണ്ടെന്ന്. ഇതാണോ എന്താണെന്ന് മനസ്സിലാവണില്ല. ചിലപ്പോൾ മുകളിൽ കുട്ടികൾ TV ചാനലുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെയാവും. ഇപ്പോൾ അതല്ല, ഞാൻ നോക്കിയിട്ട് വന്ന അതാണ്. TV ചാനലിൽ കളിച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ ഇതിൽ തമ്മിൽ ക്ലാഷാവും. ക്ലിയറായി അല്ലേ? നോക്കാം. ഇപ്പോൾ ഏവം പുരാധാരണയാത്മയോനി നഷ്ടാം സ്മൃതിം പ്രത്യവരുദ്ധ്യ തുഷ്ടാത് തഥാ സസർജേതമമോഘദൃഷ്ടി യഥാപ്യയാത് പ്രാഗ്വ്യവസായ ബുദ്ധി. എങ്ങനെയാണോ നമുക്ക് ജീവിതത്തിൽ നിത്യവും അനുഭവമായിട്ടുള്ളതാണിത്, അതുപോലെ തന്നെയാണ് ഒരു വലിയൊരു ലെവലിൽ ചിന്തിക്കുക ബ്രഹ്മാവിൻ്റെ അവസ്ഥ. ടോട്ടൽ മൈൻഡാണ്, അല്ലെങ്കിൽ സമഷ്ടി മനസ്സാണ് ബ്രഹ്മദേവൻ എന്ന് പറയുന്നത്. പ്രളയകാലത്ത് നഷ്ടപ്പെടുന്നതായിട്ടുള്ള ആ സമഷ്ടി മനസ്സിനെ വീണ്ടും അറിവ് കൊടുത്ത് എല്ലാം നീ തന്നെയാണ്, എല്ലാം ഞാൻ തന്നെയാണ്, ഇവിടെ രണ്ടില്ല എന്നുള്ള ബോധം കൊടുത്ത്, അല്ലേ? അതാണ് നമ്മൾ ചതുശ്ലോകി ഭാഗവത രൂപത്തിൽ കാണും. ഇതേ 2-ാം സ്കന്ധത്തിലെ 9-ാം അധ്യായം ഭഗവാൻ ബ്രഹ്മദേവൻ ഉപദേശിക്കുന്ന ചതുശ്ലോകി ഭാഗവതം.
അപ്പോൾ ആ ചതുശ്ലോകി ഭാഗവത ഉപദേശം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ജ്ഞാനോപദേശം തന്നെയാണ്, ഈ സത്യത്തെ ഉപദേശിച്ചു കൊടുക്കലാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ആത്മയോനിഹി പുരാ നഷ്ടാ സ്മൃതിം. ആത്മയോനിയായ ബ്രഹ്മദേവൻ പണ്ട് തനിക്ക് നശിച്ചതായിട്ടുള്ള സ്മൃതിയെ, ഓർമ്മയെ ഏവം ധാരണയാ തുഷ്ടാത് പ്രത്യവരുദ്ധ്യ, ഇങ്ങനെയുള്ള ധാരണ കൊണ്ട്, ഭഗവത് ധ്യാനം കൊണ്ട്, വിരാട് പുരുഷ ധ്യാനം കൊണ്ട്, പുരുഷസൂക്തം കൊണ്ടുള്ള സ്തുതി കൊണ്ട് എന്നൊക്കെ പറയാം, പ്രത്യവരുദ്ധ്യ വീണ്ടും ലഭിച്ചിട്ട്, അമോഘ ദൃഷ്ടി, അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി അമോഘമായിത്തീരുന്നു. അമോഘം എന്ന് പറഞ്ഞാൽ സഫലമായിത്തീരുന്നു, വ്യർത്ഥമല്ലാത്തതായിത്തീരുന്നു. അദ്ദേഹം സങ്കല്പിക്കുന്നതൊക്കെ സത്യമായിത്തീരുന്ന ദൃഷ്ടിയായിത്തീരുന്നു. വ്യവസായ ബുദ്ധി, നല്ല നിശ്ചയമുള്ള ബുദ്ധിയായിത്തീരുന്നു. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള നിശ്ചയം ചെയ്യാൻ കഴിയുന്നു അദ്ദേഹത്തിന്. അങ്ങനെ വ്യവസായ ബുദ്ധിയുമായി അദ്ദേഹം അപ്യയാത് പ്രാക് യഥാ ഇതം തഥാ സസർജ. അപ്യയാത് പ്രാക്ക് എന്ന് പറഞ്ഞാൽ അപ്യയം പ്രളയമാണ്, അതിന് പ്രാക്ക് എന്ന് പറഞ്ഞാൽ മുമ്പ്, പ്രാചീനം. ഇപ്പം പ്രളയത്തിന് മുമ്പ് പൂർവ്വ സൃഷ്ടി എങ്ങനെയായിരുന്നുവോ തഥാ സസർജ, അതുപോലെ സൃഷ്ടിയെ ചെയ്തു എന്നർത്ഥം. അപ്പോൾ ഈ സൃഷ്ടി എന്നുള്ളതൊരു ആവർത്തനം മാത്രമാണ്. ഇന്നലെ എന്ത് ചെയ്തു അത് തന്നെയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇന്നലത്തെ സാമ്പാർ തന്നെയാണ് ഇന്നത്തെ സാമ്പാർ, ഇന്നലത്തെ ചോറ് തന്നെയാണ് ഇന്നത്തെ ചോറ്, ഇന്നലത്തെ ഇഡ്ഡലി തന്നെയാണ് ഇന്നത്തെ ഇഡ്ഡലി, ഇന്നലത്തെ ചായ തന്നെയാണ് ഇന്നത്തെ ചായ. അല്ലേ? നമ്മൾ ഇന്നലെ പഠിച്ചു, ഇന്നലെ ചെയ്തു. ആ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെയാണ്, ആ ഓർമ്മയിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ലോകം നമ്മൾ സൃഷ്ടിക്കുന്നത്. അതുപോലെ ബ്രഹ്മദേവൻ മുമ്പ്, ഈ പ്രളയത്തിന് മുമ്പ് എങ്ങനെയായിരുന്നുവോ സൃഷ്ടി, ആ ഓർമ്മ കൊണ്ട് അദ്ദേഹം അതുപോലെ തന്നെ വീണ്ടും സൃഷ്ടിയെ ചെയ്യുന്നു എന്ന്. അപ്പോൾ ബ്രഹ്മദേവൻ പോലും ഈ ഭഗവാന്റെ ഈ ധ്യാനം ചെയ്ത്, ഭഗവാനെ ധ്യാനിച്ച്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ജ്ഞാനം തിരിച്ചു കിട്ടി, ഭഗവാൻ തന്നെ ബ്രഹ്മദേവന്റെ ബുദ്ധിയിൽ പ്രകാശിച്ച് പ്രളയത്തിന് മുമ്പുണ്ടായിരുന്ന ലോകത്തെ കാണിച്ചു കൊടുത്ത് അതുപോലെ വീണ്ടും സൃഷ്ടിക്കുവാനുള്ള കഴിവ് കൊടുത്ത് അനുഗ്രഹിക്കുന്നു എന്ന് പറയണം. തുടർന്ന് ശാബ്ദസ്യ ഹി ബ്രഹ്മണ യേശ പന്ഥ യന്നാമഭിർധ്യായതി ധീരപാർത്തൈഃ പരിഭ്രമൻ തത്ര ന വിന്ദതേർത്താൻ മായാമയേ വാസനയാ ശയാനഃ. ശാബ്ദസ്യ ഹി ബ്രഹ്മണ യേശ പന്ഥ യന്നാമഭിർധ്യായതി ധീരപാർത്തൈഃ പരിഭ്രമൻ തത്ര ന വിന്ദതേർത്താൻ മായാമയേ വാസനയാ ശയാനഃ. ഇനി വേദത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കർമ്മകാണ്ഡങ്ങളെ നിന്ദിച്ചുകൊണ്ടുള്ള ഒരു ഉപദേശമാണ് ഇവിടെ ചെയ്യുന്നത്. ശാബ്ദസ്യ ഹി ബ്രഹ്മണ യേശ പന്ഥ. അവിടെ ബ്രഹ്മണ എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തിൻ്റെ, വേദത്തിൻ്റെ, അത് ശാബ്ദസ്യ എന്ന് പറയുന്നത് ശബ്ദബ്രഹ്മത്തിൻ്റെ. എന്താണ് ശബ്ദബ്രഹ്മം? വേദം തന്നെയാണ്. അപ്പോൾ അതിലെന്താ പറയുന്നത്? അപാർത്തൈഹി നാമഭിഹി ദീഹി ധ്യായതി. അപാർത്തൈഹി എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലാത്തത്, നിസാരമായത്, സാരശൂന്യമായത് എന്നൊക്കെ അർത്ഥമാണ്. അപ്പം എന്താണ് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഫലശ്രുതികൾ? പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ശബ്ദബ്രഹ്മത്തിൻ്റെ അഥവാ വേദത്തിൻ്റെ വാക്കുകളുണ്ട്. നാമങ്ങളെ കൊണ്ട് ബുദ്ധിയെ ധ്യാനിപ്പിക്കുന്നു, ചിന്തിപ്പിക്കുന്നു, വിഷയങ്ങളെ ധ്യാനിപ്പിക്കുന്നു. അപ്പം അപാർത്തൈഹി നാമഭിഹി ധ്യായതീയത് ശാബ്ദസ്യ ബ്രഹ്മണ പന്ഥ ഏഷഃ ഹി. വേദത്തിൻ്റെ മാർഗം, ശബ്ദബ്രഹ്മത്തിൻ്റെ മാർഗം ഇതുതന്നെയാകുന്നു. മായാമയേ തത്ര പരിഭ്രമൻ വാസനയാ ശയാനഃ അർത്ഥാന്ന വിന്ദതേ. അപ്പം മായാമയമായിട്ടുള്ള ആ വേദങ്ങളിൽ പരിഭ്രമിക്കുന്നവൻ, മായയെക്കുറിച്ചിട്ടുള്ള, ഈ ലോകത്തെക്കുറിച്ചിട്ടുള്ള, നിസാര വസ്തുക്കളെക്കുറിച്ചിട്ടുള്ള പ്രലോഭനങ്ങളൊക്കെ
വേദത്തിൽ ധാരാളമുണ്ട്. അപ്പോൾ അതിൽ സ്വന്തം വാസന കൊണ്ട് ശയിക്കുന്നവനായിട്ടുള്ളൊരു പുരുഷൻ അർത്ഥാന്ന വിന്ദതെ, അവൻ ഏറ്റവും പരമമായുള്ള പുരുഷാർത്ഥങ്ങളെ പ്രാപിക്കുന്നില്ല. അവൻ നിസ്സാരങ്ങളായ അർത്ഥകാമങ്ങളെ മാത്രം ഭജിക്കുന്നു. പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ അവൻ ഭജിക്കുന്നില്ല എന്ന് പറയണം. ഇപ്പോൾ വേദത്തിലെ കർമ്മകാണ്ഡങ്ങളെക്കുറിച്ച് ഇവിടെ ഒരു പരിഹാസ രൂപത്തിൽ പറയുകയാണ് ശുഖബ്രഹ്മർഷി. ഉള്ള ആൾക്കാർ അവരുടെ വാസനകൾക്കനുസരിച്ച് ഓരോരുത്തരും വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നു. ആ കർമ്മകാണ്ഡങ്ങൾക്ക് അനുസരിച്ച് അതിൻ്റെ ഫലങ്ങളെ പ്രാപിക്കുന്നു. നമ്മുടെ ഗീതയിൽ ഭഗവാൻ പറയുന്ന യാമിമാം പുഷ്പിതാം വാചം പ്രവദന്തി അവിഭശ്ചിത വേദവാദരഥാഃ പാർത്ഥ നാന്യദസ്തീതിവാദിനഃ കാമാത്മാനഃ സ്വർഗപരാഃ ജന്മകർമ്മഫലപ്രദാം ക്രിയാവിശേഷബഹുളാം ഭോഗൈശ്വര്യഗതിം പ്രതി ഭോഗൈശ്വര്യപ്രസക്താനാം തയാപഹൃതചേതസ വ്യവസായാത്മികാ ബുദ്ധിഃ സമാദൗ ന വിധീയത്തെ. ത്രൈഗുണ്യവിഷയാ വേദാഃ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥഃ നിർയോഗക്ഷേമ ആത്മവാൻ. അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ ഗീതയിൽ 2-ാം അധ്യായത്തിൽ? ആ ആശയം തന്നെയാണ് ഇവിടെ വേറൊരു രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വേദത്തിൽ നിന്ന് വേണ്ടതായിട്ടുള്ള ദൃഷ്ടിയെ സ്വീകരിക്കുന്നു ആര്? വിവേകിയായ ബ്രഹ്മദേവൻ. എന്നിട്ട് അദ്ദേഹം വ്യവസായ ബുദ്ധിയാവുന്നു. വ്യവസായ ബുദ്ധി എന്ന് പറഞ്ഞാൽ നിശ്ചയമുള്ള ബുദ്ധി. എന്താണ് പുരുഷാർത്ഥം, എന്താണ് സാധിക്കേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ജീവിത ലക്ഷ്യം നിശ്ചയിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളായിത്തീരുന്നു. എന്ന് വെച്ചാലോ, താൻ ചെയ്യുന്ന കർമ്മങ്ങളെ ഈശ്വര ആരാധനയാക്കി കർമ്മയോഗമാക്കി മാറ്റി, യജ്ഞമാക്കി മാറ്റി, അത് തൻ്റെ അന്ധക്കരണ ശുദ്ധിക്ക് ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ വാസനകളെ ക്ഷയിപ്പിച്ചുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരത്തിനായിക്കൊണ്ട് പരിശ്രമിക്കുന്നു. അതാണ് വ്യവസായ ബുദ്ധി. അപ്പോൾ ബ്രഹ്മദേവൻ വ്യവസായ ബുദ്ധിയാകുന്നു. എന്നാൽ അതേ വേദങ്ങളിൽ നിന്നുള്ള കർമ്മകാണ്ഡങ്ങളെ സത്യമെന്ന് വിശ്വസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൽ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് കർമ്മകാണ്ഡികളായിട്ടുള്ള വാസനാസമ്പന്നന്മാരായിട്ടുള്ള വിഷയലംബടന്മാരായിട്ടുള്ള ആളുകൾ സ്വർഗം മുതലായത് കാമിച്ചുകൊണ്ട്, ഇപ്പോൾ വേദം തന്നെ പറയുന്നു, സ്വർഗകാമോ യജേത, സ്വർഗം കാമിക്കുന്നവൻ യാഗം ചെയ്യട്ടെ, യജ്ഞം ചെയ്യട്ടെ എന്ന് വേദം വിധിക്കുന്നു. അപ്പോൾ സ്വർഗാദികളിൽ കാമിച്ചുകൊണ്ട് യാഗങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നു. ഓരോ കർമ്മങ്ങൾ ചെയ്ത് അതിൻ്റെ ഫലം എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം എന്നുള്ള കൊതിയോടുകൂടി ഓരോ കർമ്മങ്ങൾ ചെയ്ത് അങ്ങനെ ഇതിൽ തന്നെ, ഈ സംസാരത്തിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അവര് പരമപുരുഷാർത്ഥം ലഭിക്കുന്നില്ല എന്നിവിടെ ചുരുക്കി പറയുകയാണ്. എന്ന് വെച്ചാൽ ഭാഗവതം നിവൃത്തിധർമ്മ പ്രധാനമാണ്. ഭാഗവതത്തിൻ്റെ സ്വഭാവം തന്നെ നിവൃത്തിധർമ്മ പ്രധാനമാണ്. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ വളർത്താനാണ് ഭാഗവതം. അല്ലാതെ കർമ്മയോഗത്തിനെ പുകഴ്ത്താനുള്ളതല്ല, അല്ലെങ്കിൽ കർമ്മകാണ്ഡത്തെ പുകഴ്ത്താനുള്ളതല്ല ഭാഗവതം. മറ്റ് വൈദിക കർമ്മങ്ങളോ മറ്റ് ലൗകിക കർമ്മങ്ങളോ അതിനെ പ്രശംസിച്ച് നിങ്ങൾ നിങ്ങളുടെ ധർമ്മം ചെയ്യിൻ, നിങ്ങളുടെ സ്വധർമ്മം അനുഷ്ഠിക്കിൻ, കർമ്മങ്ങൾ ചെയ്യിൻ, എന്നിട്ട് ഐശ്വര്യം നേടിൻ എന്നല്ല ഭാഗവതത്തിൻ്റെ ഭാഷ. അത് മഹാഭാരതത്തിൻ്റെയും രാമായണത്തിൻ്റെയും ഭാഷയാണ്. എന്നുവെച്ചാൽ ഇതിഹാസങ്ങൾ ധർമ്മശാസ്ത്രങ്ങളാണ്. അതിൽ ധർമ്മത്തിനാണ് പ്രാധാന്യം. അതിൽ ഭഗവത്ഗീതയിലൊക്കെ ഉപദേശിക്കുന്നത് സ്വധർമ്മം അനുഷ്ഠിക്കാനാണ്. ഏത് രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് അവരവരുടെ ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് അവർക്ക് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സാധിച്ചുകൊണ്ട് പതുക്കെ അന്ധക്കരണ ശുദ്ധി വരുത്തി ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് പതുക്കെ നയിക്കുന്നതാണ് ധർമ്മശാസ്ത്രങ്ങളായ ഇതിഹാസങ്ങൾ. എന്നാൽ പുരാണങ്ങളാവുമ്പോഴേക്കും കുറേ കൂടി ഉയർന്ന തലമാണ്. ഉയർന്ന തലം എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ടുള്ള ഉയർന്ന തലം, ആധ്യാത്മികമായിട്ടുള്ള ഹയ്യർ
ക്ലാസ്സാണ് പുരാണങ്ങൾ നൽകുന്നത്. നിവൃത്തി ധർമ്മമാണ് പുരാണങ്ങൾക്ക് പ്രധാനമായിട്ടുള്ളത്. ഇവിടെ ആരോടാണ് ഭാഗവതം സംസാരിക്കുന്നത്? ശുകബ്രഹ്മർഷിയോടാണ്. ശുകബ്രഹ്മർഷി ജീവിതത്തിലെല്ലാം കഴിഞ്ഞ് വിരക്തനായി തൻ്റെ മരണം കാത്തിരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഉപദേശിക്കുന്നത് നിവൃത്തി ധർമ്മമാണ്, പ്രവൃത്തി ധർമ്മമല്ല. അതുകൊണ്ട് ഭാഗവതത്തിൽ പ്രാധാന്യം ഏതിനാണെന്ന് ചോദിച്ചാൽ നിവൃത്തി ധർമ്മത്തിനാണ്. അതുകൊണ്ടാണ് ഭാഗവതം കുറച്ച് പ്രായമായിട്ടുള്ളവർ മാത്രം കേൾക്കുന്നത്. എന്നാൽ ഭഗവത്ഗീത ചെറുപ്പക്കാർക്കുള്ളതാണ്. ഭാഗവതം ചെറുപ്പക്കാർ കേൾക്കണ്ട എന്ന് അർത്ഥമില്ല. പാകമായിട്ടുണ്ടെങ്കിൽ ആർക്കും എപ്പോഴും കേൾക്കാം. പാകത വരണമെന്ന് മാത്രം. അപ്പോൾ ചെറുപ്പക്കാർക്കുള്ളത് ഭഗവത്ഗീതയും മഹാഭാരതവും രാമായണവും. കുറച്ചുകൂടി പക്വത വന്നവർക്ക് നിവൃത്തി തൽപരരായിരിക്കുന്ന സന്യാസ മാർഗത്തിലേക്ക് വാനപ്രസ്ഥത്തിലേക്കൊക്കെ തിരിയാറായിട്ടുള്ള ആളുകൾക്ക് ഭാഗവതം പോലെയുള്ള പുരാണങ്ങൾ. കാരണം അതിൽ നിവൃത്തിക്കാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത്, പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. രണ്ടിൻ്റെയും ഭാഷ, രണ്ടിൻ്റെയും പ്രയോജനം, ലക്ഷ്യം, ഉദ്ദേശ്യം നമ്മൾ വേർതിരിച്ച് അറിയണം എന്ന് പറയാം. ഒന്ന് ധർമ്മം ചരാ എന്ന് പറയുമ്പോൾ ധർമ്മജിജ്ഞാസയുടെ വക്താക്കളായിരിക്കുമ്പോൾ രാമായണവും മഹാഭാരതവും ധർമ്മത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ മറ്റ് പുരാണങ്ങൾ മോക്ഷത്തിനാണ് പ്രാധാന്യം. മോക്ഷപ്രധാനമാണ്, പരമപുരുഷാർത്ഥമായ മോക്ഷപ്രധാനമാണ് ഭാഗവതാദി പുരാണങ്ങൾ. അതാണ് ഇവിടെ ആദ്യം തന്നെ ശുകബ്രഹ്മർഷി നിവൃത്തി നിരതനാണ്. പരീക്ഷിത്ത് രാജാവും ഇപ്പോൾ നിവൃത്തി നിരതനായിട്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ട് അധികാരികളും ഉത്തമ അധികാരികളാണ്. നിവൃത്തിക്ക് അധികാരികളാണ് അവർ, പ്രവൃത്തിക്ക് അധികാരികളല്ല. അപ്പോൾ ഒരിക്കലും ശുകബ്രഹ്മർഷി പരീക്ഷത്തിനോട് നീ പോയിട്ട് നിന്റെ സ്വധർമ്മം അനുഷ്ഠിക്കുക, നീ എന്താ വീടൊക്കെ ഉപേക്ഷിച്ച് വന്ന് തിരിച്ചു ചെല്ലൂ, ഭാര്യയും മക്കളെയൊക്കെ നോക്കൂ എന്നല്ല പറയുക. നന്നായി, ചെയ്തത് അസലായി, ഇത് തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഗതിക്ക് വേണ്ടതായിട്ടുള്ള ഉപദേശമാണ് ഇനി കൊടുക്കുന്നത്. അപ്പോൾ ഇത് ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതിഹാസത്തിൻ്റെ ലക്ഷ്യവും അഥവാ ധർമ്മവും പുരാണങ്ങളുടെ ധർമ്മവും. പുരാണത്തിൻ്റെ മുഖ്യ ലക്ഷ്യം ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ വളർത്തി നമ്മളെ നിവൃത്തിയിലേക്ക് നയിക്കലാണ്. ഇതിഹാസങ്ങൾ നമ്മെ പ്രവൃത്തി നേരാമണ്ണം ചെയ്യാൻ ശക്തരാക്കുകയാണ്, നമ്മളെ ബോധ്യപ്പെടുത്തി തരികയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഏതാണ് ഉപദേശിക്കേണ്ടതെന്ന് ചോദിച്ചാൽ മഹാഭാരതവും രാമായണവും. ഭാഗവതം കുറച്ച് പാകത വന്നതിന് ശേഷം. പരമഹംസ സംഹിതയാണിത്. പാരമഹംസ്യാം സംഹിതായാം, പരമഹംസന്മാരുടെ സംഹിതയാണ് ശ്രീമദ് ഭാഗവതം. അത് നിവൃത്തിധർമ്മമാണ് അതിൽ പ്രധാനം. അതുകൊണ്ട് മറ്റതിനെ പരിഹസിക്കുന്ന പോലെ പറയുന്നു. ആ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കർമ്മകാണ്ഡങ്ങളിൽ കടന്ന് കറങ്ങി പരിഭ്രമൻ തത്ര ന വിന്ദതേ അർത്ഥാൻ മായാമയേ വാസനയാശയാന. വാസനകൾ കൊണ്ട് സമൃദ്ധരായിട്ടുള്ള ആളുകൾ ആ മായാമയമായിട്ടുള്ള കർമ്മകാണ്ഡങ്ങളിൽ കിടന്ന് കറങ്ങി അവിടെ പരിഭ്രമിച്ച് അർത്ഥാന്ന വിന്ദത, അവർ പുരുഷാർത്ഥങ്ങളെ പ്രാപിക്കുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ വേദങ്ങളിൽ കർമ്മകാണ്ഡം പറഞ്ഞിട്ടില്ലേ, അതനുസരിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ അത് അധികാരി വേദം അനുസരിച്ച് സ്വീകരിക്കുക. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഓരോരുത്തരും ഏത് ലെവലിൽ നിൽക്കണു എന്ന് നോക്കിയിട്ട് വേണം അത് സ്വീകരിക്കാൻ. വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മകാണ്ഡം എല്ലാവരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, എല്ലാവർക്കുമായിട്ട് വിധിച്ചതല്ല. അത് ഓരോരുത്തർക്കും വർണ്ണ ആശ്രമ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചാണ് വിധിച്ചിരിക്കുന്നത്, അല്ലാതെ കോമൺ ആയിട്ടുള്ളൊരു വിധിയല്ല. അത് ഓരോരുത്തർക്കും സ്പെസിഫിക് ആയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഉള്ള വിധികളാണ് കർമ്മകാണ്ഡങ്ങൾ. സാമാന്യമായിട്ടുള്ള ചില കർമ്മങ്ങളുണ്ട്, അതെല്ലാവരും ബാല്യത്തിലൊക്കെ അനുഷ്ഠിച്ച് ഗാർഹസ്ഥ്യത്തിലും അനുഷ്ഠിച്ച് പാകത വന്നതിന് ശേഷം അതിൽ നിന്ന് പുറത്തേക്ക് കടക്കണം.
പരീക്ഷ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണ നിർവേദമായാത് നാസ്തി അകൃത കൃതേന. ഇപ്പോൾ ആ അവസ്ഥയാണ് പരീക്ഷിത്ത് പ്രാപിച്ചിരിക്കുന്നത്. നിർവേദം പ്രാപിച്ചിരിക്കുകയാണ്. കർമ്മങ്ങളെ കൊണ്ടൊന്നും നേടാൻ കഴിയുകയില്ല. ന കർമ്മണ ന പ്രജയാ ധനേന ത്യാഗേ നൈകേ അമൃതത്വമാനശുഹു എന്ന് ബോധ്യം വന്നിട്ടുള്ള ആളാണ് പരീക്ഷിത്ത്. അദ്ദേഹം അനുഭവിക്കാത്ത സുഖങ്ങളോ ഭോഗങ്ങളോ ഇല്ല. എല്ലാം കഴിഞ്ഞ് മടുപ്പ് വന്നിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. എല്ലാവർക്കും പൊതുവായിട്ടുള്ളതല്ല ആ കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് നിവൃത്തി നിരതനായിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യണം? അതിലേക്ക് വരികയാണ്. ശരീരയാത്ര എന്ന് പറഞ്ഞാൽ ശരീരം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ മാത്രം ചെയ്യുക. അല്ലാതെ മറ്റുള്ളവർ കാട്ടിക്കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കാട്ടിക്കൂട്ടേണ്ട കാര്യമില്ല. ആര്? നിവൃത്തി നിരതന്മാര്. പ്രവൃത്തി നിരതന്മാരായിട്ടുള്ളവർക്ക്, വാസനാസമ്പന്നന്മാരായിട്ടുള്ളവർക്ക് അവരുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ അവർ പലതും ചെയ്തോട്ടെ. അവർ എന്താ പറയുക, വസ്ത്രങ്ങൾ സമ്പാദിക്കട്ടെ, ആഭരണങ്ങൾ സമ്പാദിക്കട്ടെ, വാഹനങ്ങൾ സമ്പാദിക്കട്ടെ, ഗൃഹങ്ങൾ സമ്പാദിക്കട്ടെ, ധനം ധാരാളം ഉണ്ടാക്കട്ടെ, മക്കളെ വർദ്ധിപ്പിക്കട്ടെ, പേരക്കുട്ടികളെ വർദ്ധിപ്പിക്കട്ടെ, കൃഷിഭൂമി വികസിപ്പിക്കട്ടെ, പശുക്കളെ ധാരാളം കൂട്ടട്ടെ, ആനകളെ വാങ്ങിച്ചോട്ടെ, കുതിരകളെ വാങ്ങിച്ചോട്ടെ, തേരുകൾ വാങ്ങിച്ചോട്ടെ. അങ്ങനെയുള്ള പ്രാർത്ഥനകളുണ്ട് അല്ലേ? ഗൃഹസ്ഥന്മാരായിട്ടുള്ളവർക്കുള്ള പ്രാർത്ഥനകൾ അങ്ങനെയുള്ളതൊക്കെയാണ്. അവർക്കതൊക്കെ വേണം. അവരധ്വാനിക്കട്ടെ, സമ്പാദിക്കട്ടെ, സുഖം അനുഭവിക്കട്ടെ, അവർ മഹാലക്ഷ്മിയെ സേവിക്കട്ടെ, അവർക്കെല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ. എന്നാൽ അതിൽ നിന്നെല്ലാം വിരക്തരായിട്ടുള്ള ആളുകൾ പിന്നെയും അതിൻ്റെ പുറകെ പോകുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യണം? അവർ ശരീരം നിലനിർത്താൻ വേണ്ടി മാത്രമുള്ള നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. അതിന് പോലും പ്രയത്നമൊന്നുമില്ല. പ്രകൃതി തന്നെ വേണ്ടതൊക്കെ തന്നിട്ടുണ്ട്. അവനവൻ്റെ പ്രാരബ്ധത്തിന് വേണ്ടത് പ്രകൃതിയിൽ നിന്ന് കിട്ടും. അതാണ് വരും ശ്ലോകങ്ങളിലൂടെ സൂചിപ്പിക്കുന്നത്. അധക്കവിർ നാമസുയാവദർത്ഥഃ സ്യാദപ്രമത്തോ വ്യവസായ ബുദ്ധിഃ സിദ്ധേന്യഥാർത്ഥേന യതേത തത്ര പരിശ്രമം തത്ര സമീക്ഷമാണഃ. അതുകൊണ്ട് therefore, അപ്പോൾ അധികാരി ഭേദമനുസരിച്ചാണ് വേദങ്ങൾ കർമ്മകാണ്ഡത്തെ ഉപദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിവൃത്തി നിരതന്മാരായിട്ടുള്ളവർ എന്തു ചെയ്യണം? ഇവിടെ കവിഹി എന്ന് പറഞ്ഞു. കവിഹി എന്ന് പറഞ്ഞാൽ ദീർഘദർശി, ക്രാന്തദർശി, സൂക്ഷ്മദർശി, നല്ല വിവേകമുള്ളവൻ എന്നർത്ഥം. ഉപനിഷത്തിൽ ബ്രാഹ്മണ എന്ന് പറഞ്ഞു. പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണ. ആ ബ്രാഹ്മണ ശബ്ദം തന്നെയാണ് ഇവിടെ കവി ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തത്വമറിയാൻ ശ്രമിക്കുന്നവൻ, ജിജ്ഞാസു, ദീർഘദർശി, കാര്യങ്ങളുടെ ആഴത്തിൽ കാണുന്നവൻ, ഈ ലോകത്തിൽ ആശ്രയിക്കത്തക്കതായിട്ടൊന്നുമില്ല, അനിത്യം, അസുഖം ലോകം എന്ന് ബോധ്യം വന്നവൻ, എല്ലാറ്റിൻ്റെയും പൊള്ളത്തരം ബോധിച്ചവൻ, അവനെയാണ് കവി എന്നിവിടെ പറഞ്ഞത്. അവിടെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു. ഉപനിഷത്തിൽ ബ്രാഹ്മണൻ പറഞ്ഞത്, ഇവിടെ കവിഹി. അതുകൊണ്ട് കവി നാമസു യാവതർത്ഥഃ. ഇവിടെ നാമസു എന്ന് പറഞ്ഞാൽ ഈ ലോക വിഷയങ്ങളൊക്കെ നാമങ്ങളാണ്, പദാർത്ഥങ്ങളൊക്കെ നാമങ്ങളാണ്. അപ്പം ഈ ലോകത്തിലുള്ള വിഷയങ്ങളിൽ യാവതർത്ഥഃ, എത്രമാത്രം നമുക്ക് പ്രയോജനമോ, നമുക്ക് എത്രമാത്രം ആവശ്യമോ അത്രയേ പ്രയോജനമുള്ളൂ. നമ്മുടെ ആവശ്യമാണ് പ്രയോജനത്തെ നിശ്ചയിക്കുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമുക്ക് പ്രയോജനമില്ല, ഭാരം മാത്രമാണ്. പക്ഷെ പലർക്കും വകതിരിവില്ലാത്തതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ലാത്തതൊക്കെ നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ആവശ്യമില്ലാത്തതൊക്കെ ഭാരം ചുമക്കുകയാണ്. അപ്പോൾ യാവത് അർത്ഥഃ, എത്രമാത്രം പ്രയോജനമോ അത്രമാത്രം
സ്യാദ് അപ്രമത്ത വ്യവസായ ബുദ്ധി. അങ്ങനെ അപ്രമത്ത പ്രമാദമില്ലാത്തവനായി നല്ല ജാഗ്രതയോടുകൂടെ വ്യവസായ ബുദ്ധി നിശ്ചയിച്ച് ഉറപ്പുള്ളവനായിട്ട്, ബുദ്ധിക്ക് നല്ല ഉറപ്പുള്ളവനായിട്ട് വ്യവസായ ബുദ്ധി സ്യാദ് ഭവിക്കണം. എന്നിട്ടോ അർത്ഥേ അന്യതാ സിദ്ധേ തത്ര പരിശ്രമം സമീക്ഷമാണ തത്ര ന യഥേത. അർത്ഥേ അന്യതാ സിദ്ധേ, നമുക്ക് വേണ്ടത് നമ്മൾ വേറെ രീതിയിൽ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ പ്രയത്നം ചെയ്യാതെ തന്നെ നമുക്ക് വേണ്ടതൊക്കെ വന്നു ചേരുമ്പോൾ പിന്നെന്തിനാ പ്രയത്നം എന്നാ ചോദിക്കണം. തത്ര പരിശ്രമം സമീക്ഷമാണ്, അതിൽ പരിശ്രമത്തെക്കുറിച്ച് ആലോചിക്കുന്നവനായിട്ട് തത്ര ന യഥേത, ആ വിഷയത്തിൽ യത്നം ചെയ്യേണ്ട കാര്യമില്ല. അത് ഏതൊക്കെയാണ് ഇനി വർണ്ണിക്കാൻ പോകുന്നു. നമ്മൾക്ക് വേണ്ടത് എന്തൊക്കെയാണ്? മിനിമം ശരീരം നിലനിർത്താൻ ആഹാരം, വസ്ത്രം, ശയിക്കാൻ ഭൂമിയിൽ സ്ഥാനം, അല്ലേ? സാധാരണക്കാരുടെ നിലവാരത്തിൽ പറഞ്ഞാൽ ഫുഡ്, ക്ലോത്തിങ്, പിന്നെ താമസിക്കാനുള്ള റെസിഡൻസ്, അങ്ങനെയുള്ള സാധനങ്ങളാണ് വേണ്ടത്, അല്ലേ? അത് എളുപ്പത്തിൽ സാധിക്കും, ഇവിടെ പണിയൊന്നുമില്ലാതെ സാധിക്കും. കാരണം ഈ പ്രകൃതിയിലുള്ള മറ്റ് ജന്തുക്കളൊക്കെ ഇത് സാധിക്കുന്നുണ്ട്. എല്ലാ ജന്തുക്കളും രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയി ശമ്പളം മേടിച്ചിട്ട് വന്നിട്ടാണ് ഇതൊക്കെ സാധിക്കുന്നത്. ഒരു ജന്തുക്കളും പ്രകൃതിയിൽ രാവിലെ എഴുന്നേറ്റ് ജോലിക്കൊന്നും പോണില്ല. അവർക്കൊക്കെ പ്രകൃതി കൊടുത്തിട്ടുണ്ട് എല്ലാം. ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ, അതെ നമ്മുടെ പഴഞ്ചൊല്ല്. അപ്പോൾ ഇവിടെ അതാണ് ചോദിക്കുന്നത്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ പാടുപെടുന്നത്? ഇതെത്ര സുലഭമായിട്ട് ഇവിടെ പ്രകൃതിയിൽ ലഭിക്കുന്നുണ്ട്. ഈ സുലഭമായി ലഭിക്കുന്നതിന് വേണ്ടി ഈ അധ്വാനം മുഴുവൻ എന്തിനാ നിങ്ങൾ ചെയ്യുന്നത്? വിവരമില്ലായ്മ കൊണ്ട്. അപ്പോൾ ഇതിൽ പരിശ്രമം, കഷ്ടപ്പാടുകൾ കണ്ടിട്ട് അതിൽ നിന്ന് നിവർത്തിക്കണം എന്നാണ്. ന യഥേത, യത്നം ചെയ്യരുത്, പ്രയത്നിക്കേണ്ട കാര്യമില്ല. ആ ഒരു മനസ്ഥിതിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിന് പേരാണ് സന്യാസം, കർമ്മങ്ങളെ സന്യസിക്കൽ. ഇപ്പൊ നമ്മൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കർമ്മം ചെയ്താലേ എന്തെങ്കിലും കിട്ടുള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ്. കർമ്മം ചെയ്താലേ നമുക്ക് സുരക്ഷിതരായിരിക്കാൻ കഴിയുള്ളൂ, കർമ്മം ചെയ്താലേ ജീവിക്കാൻ പറ്റുള്ളൂ, കർമ്മം ചെയ്താലേ എനിക്ക് ഭക്ഷണം കിട്ടുള്ളൂ, കർമ്മം ചെയ്താലേ നല്ല വസ്ത്രം എടുക്കാൻ പറ്റുള്ളൂ, കർമ്മം ചെയ്താലേ എനിക്ക് സുരക്ഷിതമായിരിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ആ മൂഢബുദ്ധിയെ മാറ്റിയെടുക്കാനാണ് ഇവിടെ പറയുന്നത്. അത് വെറും വിചാരമില്ലായ്മ കൊണ്ട് തോന്നുകയാണ്. ചിന്തിച്ചാൽ ഇവിടെ എല്ലാം സുലഭമാണ്. എന്തിനാ ഈ പരിഭ്രമം? എന്തിനാ ഈ കഠിനാധ്വാനം? റിലാക്സ്, ടേക്ക് എവറിത്തിങ് ഈസി, ഡോണ്ട് വറി എന്ന് പറയണം ഇവിടെ. നോക്കൂ, അതാണ് നിവൃത്തി ധർമ്മമാണ് ഇവിടെ ഉപദേശിക്കുന്നത്. ഇവിടെ ഉപദേശിക്കണം. അടുത്തത് നോക്കൂ. സത്യാം ക്ഷിതൗ കിം കശിബോഹോ പ്രയാസൈഹി ബാഹൗ സ്വസിദ്ധേഹ്യുപബർഹണൈ കിം സത്യഞ്ജലൗ കിം പുരുധാന്ന പാത്ര്യ ദിഗ്വൽകലാദൗ സതി കിം ദുകൂലൈഹി. സത്യാം ക്ഷിതൗ കിം കശിബോഃ പ്രയാസൈഹി ബാഹൗ സ്വസിദ്ധേഹ്യുപബർഹണൈ കിം സത്യഞ്ജലൗ കിം പുരുധാന്ന പാത്ര്യ ദിഗ്വൽകലാദൗ സതി കിം ദുകൂലൈഹി. ഇപ്പൊ ഭാഗവതം നമ്മളെ സിമ്പിൾ ലിവിങ് പഠിപ്പിക്കുന്നു, പ്രകൃതി ജീവനം പഠിപ്പിക്കുന്നു. നിങ്ങൾ കഠിനമായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ there is enough for our need, not for our greed. There is enough for our need, not for our greed. നമ്മൾ ആവശ്യങ്ങളെ പരിമിതപ്പെടുത്തിയാൽ
നമ്മുടെ ആവശ്യങ്ങൾ ശരിക്കും നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഈ ലോകം സുഭിക്ഷമാണ്, സമ്പന്നമാണ്. എന്നാൽ അത്യാഗ്രഹത്തിന് അതിരില്ല. അപ്പം പിന്നെ ഈ ലോകം പോരാതെ വരും. ഈ ലോകം പിടിച്ചടക്കിയാലും പോരാ, 14 ലോകങ്ങളും പിടിച്ചടക്കിയാലും നമുക്കൊരിക്കലും തൃപ്തി കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് 14 ലോകങ്ങളെ പിടിച്ചടക്കി തൃപ്തി അന്വേഷിക്കണോ, അതോ യദൃച്ഛാലാഭ സന്തുഷ്ടന്മാരാവണോ തീരുമാനിക്കാം. ഏതാണ് നല്ലത്, ഏതാണ് എളുപ്പം, ഏതാണ് സുഖം ചിന്തിക്കാം. അതാണ് ഇവിടെ ഭാഗവതം പഠിപ്പിക്കുന്നത്. ഭാഗവതം നിവൃത്തി ധർമ്മമാണ് എന്ന് ഉറപ്പിച്ചോളൂ. എന്നെ കുറ്റം പറയണ്ട, ഭാഗവതത്തെയും കുറ്റം പറയണ്ട. നിങ്ങൾ അതിന് അധികാരികളാണെങ്കിൽ മാത്രം അതിലേക്ക് വന്നാൽ മതി. ഓരോന്നിനും ഓരോ അധികാരികളുണ്ട്. അപ്പോൾ ഭാഗവതം എന്നെ മടിയനാക്കി, എന്നെ അലസനാക്കി എന്നൊന്നും ആരും പറയണ്ട. ഭാഗവതം അങ്ങനെ തന്നെ ആക്കുക. മടിയനും അലസനുമാക്കുകയല്ല, നമ്മുടെ ആവശ്യങ്ങളെ കുറച്ചു, അത്രേ ഉള്ളൂ. നമ്മളെ ബുദ്ധിമാന്മാരാക്കി. കാണുന്നവർക്ക് മടിയനും അലസനുമൊക്കെയാണെന്ന് തോന്നും. പക്ഷെ ഭാഗവതം നമ്മളെ ബുദ്ധിമാന്മാരാക്കി നമ്മുടെ എനർജിയും പ്രകൃതിയിലെ വിഭവങ്ങളെയും കൺസർവ് ചെയ്യാൻ പഠിപ്പിക്കുന്നു. അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് ശീലിക്കാൻ, അങ്ങനെ എതിർച്ചാലാപ സന്തുഷ്ടരായി ജീവിക്കാൻ പഠിപ്പിക്കുന്നു. അല്ലാതെ മടിയന്മാരാക്കി എന്ന് പറയുന്നത് ഇന്നത്തെ ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ദൃഷ്ടിയിലാണ്. എന്ത് കിട്ടിയാലും മതിയാവാതെ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ ഓടി നടക്കുന്ന ആളുകൾക്ക് നമ്മളെയൊക്കെ പോലെയുള്ള ആളുകൾ മടിയന്മാരാണ്, അല്ലേ? ഇപ്പോൾ സ്വാമിയെക്കുറിച്ച് വേണമെങ്കിൽ പറയാം. സ്വാമിക്ക് പണിയൊന്നുമില്ല. ആ സ്വാമി രാവിലെ എഴുന്നേറ്റ 2, 3, 4 ക്ലാസ്സുകളെ കൊണ്ട് നിങ്ങളെയൊക്കെ മടിയന്മാരാക്കുകയാണ് എന്ന് നിങ്ങളുടെ വീട്ടുകാർ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്ന് വരും. നിങ്ങളുടെ വീട്ടുകാരോ നിങ്ങളുടെ ബന്ധുക്കളോ ഒക്കെ നിങ്ങളെക്കുറിച്ച് കുറ്റപ്പെടുത്തി എന്ന് വരും, പരിഹസിച്ചു എന്ന് വരും, സ്വാമിയെ കൂട്ടത്തിൽ കുറ്റപ്പെടുത്തി എന്ന് വരും. സ്വാമിക്ക് പണിയൊന്നുമില്ല, സ്വാമി കള്ളനാ, സ്വാമി മടിയനാ. സ്വാമി ഒരു പണിയെടുക്കാതെ അങ്ങനെ ഇരുന്നുകൊണ്ട് സുഖമായിട്ട് കഥയും പറഞ്ഞുകൊണ്ടിരിക്കുക, നടക്കാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് ആർക്ക് പറയാം? സ്വാമി എന്താ പറയണമെന്ന് കേൾക്കാത്ത ആളുകൾക്ക് എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് പറയാം, അല്ലേ? കേൾക്കുന്ന നിങ്ങൾക്കറിയാം സ്വാമി എന്താ പറയണത് എന്ന്. ഇനി അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കേട്ടാൽ മതി, അത് നിർബന്ധമില്ല. എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ വീട്ടിലാണ്, നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ മൊബൈൽ എന്ന ഉപകരണം, അല്ലെങ്കിൽ നിങ്ങൾ ഏത് മാധ്യമത്തിലൂടെ കാണുന്നുവോ അത്. അപ്പോൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളെ ആരെയും ഞാൻ വീട്ടിൽ വന്ന് വിളിച്ചില്ല. വിളിച്ചോ? ഞാൻ നിങ്ങളുടെ വീട്ടിലൊക്കെ വന്ന് വാതിൽ തട്ടിയിട്ട് മര്യാദയ്ക്ക് കണ്ടോളണം എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ തിരയുകയായിരുന്നു. ഇതുപോലൊരു ക്ലാസ് നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വേറെ എവിടെയൊക്കെയോ അന്വേഷിച്ചിട്ടും തൃപ്തി കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ, നിങ്ങൾക്ക് തൃപ്തി കിട്ടുന്നത് കൊണ്ടാണ് ഇത് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതല്ലേ സത്യം? ആണോ? എവിടെയൊക്കെയോ അലഞ്ഞു നിങ്ങൾ. ആരൊക്കെയോ പറയാൻ മടിച്ച സത്യം സ്വാമി തുറന്ന് പറയുന്നുണ്ട്. സ്വാമി പറയുന്നത് സ്വാമിയുടെ അഭിപ്രായമേ അല്ല. എന്തുകൊണ്ട്? ഇത് ഭാഗവതത്തിൻ്റെ അഭിപ്രായം. ഭാഗവതം എന്ത് പറഞ്ഞുവോ അതേ ഞാൻ പറയുന്നുള്ളൂ. അതിനെ കൂടുതൽ നിങ്ങൾക്ക്
ഭാഗവതത്തിൻ്റെ ഭാഷയിൽ നിന്ന് നമ്മുടെ ഇന്നത്തെ ഭാഷയിലേക്ക് ആക്കുന്നു. അത് മാത്രമാണ് എൻ്റെ പണി. നമ്മൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഭാഗവതം എന്ത് പറഞ്ഞു അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഭാഗവതത്തെ മുമ്പ് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ കുഴപ്പമല്ല. ഞാൻ ഭാഗവതം വായിച്ച് ശ്ലോകം ബൈ ശ്ലോകം വേർഡ് ബൈ വേർഡാണ് പറയുന്നത്. അതിനെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കേട്ടാൽ മതി. ഇത് ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആർക്കും എപ്പോഴും വിട്ടേച്ച് പോകാം. അതിനുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടുമുണ്ട്. നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ഉപകരണങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലാണ് ഇരിക്കുന്നത്. ഞാൻ നിങ്ങളെ വീട്ടിൽ വന്നിട്ട് നിങ്ങളെ വിളിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഓരോ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അധികാരി നിർണയം ചെയ്യണം. ആം ഐ ദ ഫിറ്റ് പേഴ്സൺ ടു ലിസൺ ടു ദിസ് ഭാഗവത എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക. ആം ഐ റെഡി ടു ലിസൺ ടു ദിസ്? എൻ്റെ പാകത വന്നുവോ? എൻ്റെ ലക്ഷ്യം ഇതാണോ എന്ന് സ്വയം ചോദിക്കുക. എന്നിട്ട് നിശ്ചയിച്ചോളൂ. ആരോടും ചോദിക്കേണ്ട, വേറെ ആരോടും ചോദിക്കേണ്ട. സ്വയം ചോദിക്കുക, ഞാനിതിന് അധികാരിയാണോ? ഞാൻ ഇതാണോ ആഗ്രഹിക്കുന്നത്? എനിക്കിതാണോ വേണ്ടത്? അതോ എനിക്ക് ലോകം വെട്ടിപ്പിടിക്കാനാണോ കൊതി? എനിക്കിനിയും ജീവിതത്തിൽ പല നേട്ടങ്ങളും വേണം എന്നാണോ ഉള്ളത്? എങ്കിൽ നമുക്ക് മറ്റു പല ഗ്രന്ഥങ്ങളെയും ആശ്രയിക്കാം. അതിന് ഭാഗവതം അല്ല വേണ്ടത്. ഭാഗവതം നിവൃത്തി പ്രധാനമാണ്, ഉറപ്പിച്ചോളൂ. അതിൽ മറ്റു വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ മുഖ്യം അതിൻ്റെ എന്താ പറയുക, അന്തർധാര നിവൃത്തി ധർമ്മമാണ്. അപ്പോൾ ഇവിടെ ചോദിക്കണു, സത്യാം ക്ഷിതൗ കിം കശിബോഃ പ്രയാസൈഃ ബാഹൗ സ്വസിദ്ധേഹ്യുപബർഹണൈ കിം സത്യഞ്ജലൗ കിം പുരുധാന്നപാത്ര്യാ ദിഗ്വൽക്കലാദൗ സതി കിം ദുകൂലൈഃ. സുഖബ്രഹ്മർഷി പരീക്ഷത്തിനോടും നമ്മളോടും ലോകത്തോടും ചോദിക്കുകയാണ്. സത്യാം ക്ഷിതൗ, ക്ഷിതൗ സത്യാം, ക്ഷിതി ഭൂമി, ക്ഷിതൗ സത്യാം സതിസപ്തമി പ്രയോഗമാണ്. വെൻ ദർ ഈസ് പ്ലെന്റി ഓഫ് സ്പേസ് അവൈലബിൾ ഇൻ ദ എർത്ത്, ഭൂമിയിൽ ജനിച്ച നമുക്കൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. ഈ ഭൂമി നമ്മുടെ അമ്മയാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ എവിടെയെങ്കിലും നമ്മൾ നിലം തൊട്ട് നിന്നേ പറ്റൂ. ആകാശത്തിൽ നിൽക്കാൻ പറ്റില്ല നമുക്ക്. ഈ ലോകത്തിൽ ഭൂമി എല്ലാവരും വെട്ടിപ്പിടിച്ച് ഇത് ഞങ്ങളുടെയാണ് ഞങ്ങളുടെയാണ് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞ് വളച്ച് കെട്ടുമ്പോഴും പൊതുവായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളെങ്കിലും ഉണ്ടാവും. ഓരോരുത്തരും വളച്ച് കെട്ടി ശേഷിക്കുന്ന തെരുവോരങ്ങളോ പുഴയോരങ്ങളോ കടൽ തീരങ്ങളോ റെയിൽവേ സ്റ്റേഷനുകളോ അല്ലെങ്കിൽ അവസാനം പോലീസ് സ്റ്റേഷനെങ്കിലും ഉണ്ടാവും നമുക്ക്. ഗുഹകളും വനങ്ങളും ഒക്കെ ഓരോരുത്തർ വെട്ടിപ്പിടിച്ചാലും പൊതുവായിട്ടുള്ള ഏതെങ്കിലും സ്ഥലങ്ങൾ ഉണ്ടായിരിക്കും. എവിടെയെങ്കിലും കൊണ്ടുപോയി നമ്മളെ ഡംപ് ചെയ്തേ പറ്റൂ. ഏത് ഈ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക്. ഇപ്പം നമ്മൾ അന്യൻ്റെ സ്ഥലത്താണ് ഇരിക്കണമെന്ന് വെച്ചാൽ നമ്മളെ അവിടുന്ന് ഓടിച്ചു വിടും ആളുകൾ. ഓടിച്ചു വിട്ടാലും നമ്മൾ എവിടെ പോകും? പൊതു റോട്ടിൽ വന്ന് നിൽക്കും. പൊതു റോട്ടിൽ വന്ന് പോലീസുകാരിവിടെ കൊറോണ കാലത്ത് എല്ലാവരെയും ഓടിച്ചിട്ട് പിടിക്കുന്നുണ്ട്. നമുക്ക് പോലീസുകാരോട് പറയാം പൊതു റോട്ടിൽ നിന്നിട്ട്, നിങ്ങൾ തന്നെ എന്നെ എവിടേക്കെങ്കിലും കൊണ്ടാക്കിക്കോളൂ, എനിക്ക് പോകാനിടവില്ല, എനിക്ക് വീടില്ല, നിങ്ങൾ എന്നെ എവിടെയെങ്കിലും കൊണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ അവര് പെട്ടുപോയി. അവർക്ക് എവിടെയെങ്കിലും കൊണ്ടാക്കിയേ പറ്റൂ നമ്മളെ. അപ്പൊ ഏതെങ്കിലും പൊതുവായിട്ടുള്ള അഗതി മന്ദിരങ്ങളോ പൊതുവായിട്ടുള്ള ആശ്രയ കേന്ദ്രങ്ങളോ ഏതെങ്കിലും ഷെൽട്ടേഴ്സിൽ നമ്മളെ കൊണ്ടുപോയിട്ട് ആക്കും, ഉറപ്പാണ്.
അല്ലെങ്കിൽ അവർക്ക് രക്ഷപ്പെട്ടു പോകാനേ പറ്റുള്ളൂ. അപ്പം നമ്മളും രക്ഷപ്പെട്ടു. നമ്മളെ വേണമെങ്കിൽ വടിയെടുത്ത് അടിക്കാൻ നോക്കും. കുറച്ച് ദൂരം നമ്മൾ ഓടും, അവരും ഓട്ടം മതിയാക്കിയിട്ട് അവരും പോകും. എന്തായാലും നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചേ പറ്റൂ, എവിടെയെങ്കിലും കിടക്കാം. അപ്പോൾ ഇവിടെ ഭൂമിയുണ്ട്. അമ്മ മാതാവ് മടി കാണിച്ച് നമ്മളെ വിളിക്കുന്നു, മക്കളെ വരൂ, എൻ്റെ മടിയിൽ കിടന്നോളൂ എന്ന് പറയുമ്പോൾ അതാണ് ഇവിടെ സത്യാംക്ഷിതൗ. ഭൂമിയുള്ളപ്പോൾ കിം കശിബോഹോ പ്രയാസൈഹി. കശിപു എന്ന് പറഞ്ഞാൽ കിടക്കയാണ്, ശയ്യയാണ്. ഹിരണ്യകശിപു, പ്രഹ്ലാദന്റെ അച്ഛൻ്റെ പേര്. സ്വർണത്തിൽ കിടക്കുന്നവൻ എന്നാണ് അർത്ഥം. സ്വർണമെത്തയിൽ കിടക്കുന്നവൻ ഹിരണ്യകശിപു. ഇവിടെ കശിബോഹോ പ്രയാസൈഹി. നമുക്ക് ശരിക്കും ഉറക്കം വന്നാൽ എവിടെ കിടന്നാലും ഉറങ്ങില്ലേ നമ്മൾ? ഉടുത്ത മുണ്ട് വിരിച്ചിട്ടോ അല്ലെങ്കിൽ അതുപോലും ഇല്ലാതെ വെറും തറയിലോ കിടന്നിട്ടും നമ്മൾ ഉറങ്ങും. ഉറക്കമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ സുഖം അന്വേഷിച്ച് പോകുന്നത്. പായ പോരാ, പുതപ്പ് പോരാ, മെത്ത പോരാ, അതിൽ ഇന്ന ബ്രാൻഡ് തന്നെ വേണം. ഡൺലപ്പൊക്കെ പഴയ ബ്രാൻഡാണ്, അതൊന്നും പോരാ. ഇപ്പോൾ പുതിയ പുതിയ പല ബ്രാൻഡുകൾ ഇറങ്ങിയിട്ടുണ്ട്. പല സുഖങ്ങൾ തരുന്ന ബ്രാൻഡുകളുണ്ട്. അതിലൊക്കെ കിടന്നുറങ്ങിയാലേ സുഖമാവുള്ളൂ. അതിൽ നല്ല വെൽവെറ്റ് വിരിപ്പൊക്കെ വിരിച്ച് നല്ല AC റൂമിൽ AC ഒക്കെ ഫുള്ളായിട്ടിട്ടിട്ട് കിടന്നാൽ മാത്രമേ ഉറക്കം വരുള്ളൂ എന്നത് നമ്മൾ അത്യാഗ്രഹം വർദ്ധിപ്പിച്ചതുകൊണ്ട്, നമ്മൾ വേണ്ടാത്ത ശീലങ്ങളൊക്കെ ശീലിച്ചത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇവിടെ തെരുവോരങ്ങളിൽ കൊതുകടി കൊണ്ടിട്ടും ആളുകൾ ഉറങ്ങുന്നുണ്ട്. അവർ ഉടുത്ത മുണ്ട് പുതച്ച് കടത്തിണ്ണകളിൽ ഉറങ്ങുന്ന എത്രയോ ആളുകളെ നമുക്കറിയാം. റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കിടന്നുറങ്ങുന്ന ആളുകളുണ്ട്. അപ്പോൾ ഉറക്കം വന്നാൽ എവിടെയും കിടക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ശീലങ്ങളെ കൊണ്ട് വേണ്ടാത്തതൊക്കെ പഠിച്ചു വെച്ചു, അത്രയേ ഉള്ളൂ. മിനിമം കൊണ്ട് ജീവിക്കുന്നതിന് പകരം നമ്മൾ ജീവിതം കംഫർട്ട്സിലും ലക്ഷറിയിലും ശീലിച്ചു. അതുകൊണ്ടാണ് ഇതൊക്കെ വേണ്ടി വരുന്നത്. അപ്പോൾ അതിനെന്ത് വേണം? സമ്പാദിക്കാൻ ഓടണം. നല്ല മെത്ത വേണോ? സമ്പാദിക്കാൻ ഓടിക്കോളൂ. AC വേണോ? ഓടിക്കോളൂ. കറണ്ട് ബില്ല് അടയ്ക്കണ്ടേ? ഓടിക്കോളൂ. അധ്വാനിച്ചോളൂ, സമ്പാദിച്ചോളൂ. അല്ല അതൊന്നും വേണ്ടയോ? ആവശ്യങ്ങൾ ചുരുക്കാൻ കഴിയുമോ? ഓട്ടം കുറച്ചോളൂ, സുഖമായി വിശ്രമിച്ചോളൂ. അപ്പോൾ നിങ്ങൾ തന്നെയാണ് നിശ്ചയിക്കുന്നത് നിങ്ങളുടെ അധ്വാനത്തെക്കുറിച്ച്. എത്ര അധ്വാനിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. കാരണം ലക്ഷ്യം എന്താണ് വേണ്ടത് എന്ന് ആദ്യം നിശ്ചയിക്കുക. അപ്പം നമ്മുടെ ആവശ്യങ്ങളെ പരിമിതപ്പെടുത്തുക. എവിടെ കിടന്നാലും ഉറങ്ങും എന്ന് പരിശീലിക്കുക. അപ്പോൾ കശിബോഹോ പ്രയാസൈഹിക്കും. കിടക്കയ്ക്ക് വേണ്ടി അന്വേഷിക്കുന്നത് എന്തിനാ? എനിക്ക് കിടക്ക കിട്ടിയില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. അടുത്ത് പറയണു ബാഹൗ സ്വസിദ്ധേ ഹ്യുപബർഹണൈക്കും. ബാഹൗ സ്വസിദ്ധേ. ഇവിടെ ഉണ്ട് എന്ത്? ബാഹു, അവനവന്റെ കയ്യ്. അവനവന്റെ കൈയുള്ളപ്പോ ഉപബർഹണം എന്തിനാണ്? ഉപബർഹണം തലയണ. അപ്പൊ ഉപബർഹണം വേണോ? തലയണയുടെ ആവശ്യമുണ്ടോ? സ്വന്തം കൈ സ്വന്തം തലക്കടിയിൽ വെച്ചാൽ മതി. അപ്പൊ തലയണ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. അപ്പോ ഉപബർഹണൈഹി കിം ബാഹൗ സ്വസിദ്ധേ. സ്വന്തം കൈയുള്ളപ്പോ എന്തിനാ നിങ്ങൾ തലയണ കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരയുന്നത്? സത്യഞ്ജലൗ കിം പുരുദാന്ന പാത്രിയ. സുഖബ്രഹ്മർഷി ചോദിക്കണ, കൈത്തലമില്ലേ, കൈക്കുമ്പിളില്ലേ ഭക്ഷണം വാങ്ങിക്കാനും വെള്ളം കുടിക്കാനും? എവിടെയെങ്കിലും പുഴയോ കിണറോ പൈപ്പോ ഒക്കെ കണ്ടാ കൈത്തലത്തിൽ വെള്ളമെടുക്കുക, കുടിക്കുക. അതിന് കിണ്ടിയും കമണ്ടലും ഒന്നും കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. വാട്ടർ ബോട്ടിലൊന്നും വേണ്ട. സത്യഞ്ജലൗ, അഞ്ജലി ഉള്ളപ്പോൾ, അഞ്ജലി കൈക്കുമ്പിൾ ഉള്ളപ്പോൾ, അഞ്ജലൗ സതി പുരുത അന്നപാത്രിയാക്കും. എന്തിനാ വിലപിടിച്ച പാത്രങ്ങളൊക്കെ കൊണ്ടു നടക്കണത്? ബഹുവിധമായിട്ടുള്ള അന്നപാത്രങ്ങൾ,
ചോറെടുക്കാൻ, കൂട്ടാനെടുക്കാൻ, ഉപ്പേരിയെടുക്കാൻ, ചായ എടുക്കാൻ, വെള്ളം എടുക്കാൻ എന്ന് പറഞ്ഞ് വലിയ ഡൈനിങ് സെറ്റും കൊണ്ട് എന്തിനാ നടക്കണത്? എന്തിനാ അതൊക്കെ സമ്പാദിക്കണത്? കരതല ഭിക്ഷ തരുതലവാസ. ആചാര്യ ഭഗവത്പാദർ പറഞ്ഞു, സുരമന്ദിര തരുമൂല നിവാസ ശയ്യാഭൂതലമജിനം വാസ കരതല ഭിക്ഷ സർവപരിഗ്രഹ ഭോഗത്യാഗ കസ്യ സുഖം ന കരോതി വിരാഗ. സുരമന്ദിര തരുമൂല നിവാസ. സുരമന്ദിരം, ദേവാലയം, അതിൻ്റെ അവിടെയുള്ളതായിട്ടുള്ള തരു, അവിടെയൊക്കെ പോയാൽ ഒരു ആൽത്തറയെങ്കിലും കാണും. ഏത് ക്ഷേത്രത്തിൻ്റെ മുമ്പിലും ഒരു ആൽത്തറ കാണും. ആ തരുമൂല നിവാസ, ആൽത്തറയിൽ പോയി കിടന്നോളൂ. സുരമന്ദിര തരുമൂല നിവാസ ശയ്യാഭൂതലം, കിടക്ക ഭൂതലം തന്നെ ആയിക്കോട്ടെ. അജിനം വാസ, കാട്ടിലൊക്കെ പോകുമ്പോൾ മരിച്ചു കിടക്കുന്ന ജന്തുക്കളുടെ തോലൊക്കെ എടുത്തിട്ട് അതിനെ വൃത്തിയാക്കിയിട്ട് ഉടുത്തോളൂ. അജിനം വാസ സർവപരിഗ്രഹ ഭോഗത്യാഗ, എല്ലാ പൊസഷൻസിനെയും വലിച്ചെറിഞ്ഞോളൂ. കസ്യ സുഖം ന കരോതി വിരാഗ, ഇങ്ങനെ വൈരാഗ്യം വന്നാൽ ആർക്കാണത് സുഖം നൽകാതിരിക്കുക? ഈ ഒരു വൈരാഗ്യമുള്ളവന് ലോകം എവിടെ പോയാലും സുഖമാണ്. ഇതാണ് പറയുന്നത് ഇവിടെയും. സത്യഞ്ജലൗകിം പുരുതാന്ന പാത്ര്യ, കൈക്കുമ്പിളുള്ളപ്പോൾ എന്തിനാ നിങ്ങൾ പാത്രങ്ങൾ കൊണ്ട് നടക്കുന്നത്? ദിഗ്വൽക്കലാദൗ സതികിം ദുകൂലൈഹി. ദിഗ്വൽക്കലാദൗ, ദിക്ക് തന്നെ വസ്ത്രമായിട്ടിരിക്കുമ്പോൾ, ദിക്ക് തന്നെ ചുറ്റുള്ളപ്പോൾ, നിങ്ങളെ ചുറ്റിയിരിക്കുമ്പോൾ, ദുകൂലൈഹി കിം, ദുകൂലങ്ങൾ പട്ടുവസ്ത്രങ്ങൾ. അപ്പോൾ പട്ടുവസ്ത്രങ്ങളൊക്കെ എന്തിനാണ്? ദിക്ക് തന്നെ വസ്ത്രമായിരിക്കുമ്പോൾ. അപ്പോൾ എല്ലാം പ്രകൃതിയിലുണ്ട്. പ്രകൃതി സഫിഷ്യൻ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. കിടക്കാൻ ശയ്യയായിട്ട് ഭൂമിയുണ്ട്, തലയണയായിട്ട് കൈയുണ്ട്, പാത്രമായിട്ട് കൈക്കുമ്പിളുണ്ട്, ഉടുക്കാൻ ദിക്കുമുണ്ട്. സുഖബ്രഹ്മർഷി സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. സുഖബ്രഹ്മർഷി ഒന്നും കയ്യിൽ കൊണ്ടു നടക്കണില്ല, അദ്ദേഹം വസ്ത്രവും ഉടുത്തിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിന് ആനന്ദത്തിന് ഒരു കുറവുമില്ല. ഇപ്പൊ സ്വന്തം അനുഭവം, അതിൽ നിന്നാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്. നമ്മളൊക്കെ പറയുന്നത് ഭാഗവതത്തിൻ്റെ ആശയെന്നേ പറയാൻ പറ്റുള്ളൂ, നമ്മുടെ അനുഭവമല്ല. നമ്മൾ അത്രയ്ക്കായിട്ടില്ല. എങ്കിലും അതിങ്ങനെ ഭാവന ചെയ്ത് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ കുറച്ച് കൊണ്ടുവരാം. ഇപ്പോഴുള്ള നമ്മുടെ ലക്ഷറികളും കംഫർട്ട്സും ഒക്കെ കുറച്ച് കൊണ്ടുവരാം. ഈ ഒരു മനോഭാവം നമുക്ക് വളർത്തിയെടുത്താൽ എവിടെ ചെന്നാലും നമുക്ക് സുഖമായിട്ട് കിടക്കാം, എന്ത് കിട്ടിയാലും സുഖമായിട്ട് ഭക്ഷിക്കാം, കംപ്ലൈൻ്റ് ഇല്ലാതെ എതിർച്ചാലാഭ സന്തുഷ്ടന്മാരായി കഴിയാം. ഇത് കേൾക്കുന്തോറും അത് ഉള്ളിലേക്ക് ഉറയ്ക്കുക. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ കുറയും. ആവശ്യങ്ങൾ കുറയും തോറും നമ്മുടെ അധ്വാനം കുറയും, നമ്മുടെ ഓട്ടം കുറയും, നമ്മൾ സിമ്പിളായിട്ട് ജീവിക്കും. സത്യാംക്ഷിതൗ കിം കശിബോ പ്രയാസൈഃ ബാഹൗ സ്വസിദ്ധേഹ്യുപബർഹണൈ കിം സത്യഞ്ജലൗ കിം പുരുതാന്ന പാത്ര്യ ദിഗ്വൽക്കലാദൗ സതി കിം ദുകൂലൈഃ. അത് തന്നെ വീണേടം വിഷ്ണുലോകം. ചീരാണി കിം പതിന സന്ധി ദിശന്തി ഭിക്ഷാം നൈവാംഗ്രിപാ പരഭൃത സരിതോപ്യശുഷ്യൻ രുദ്ധാ ഗുഹാ കിമജിതോവദിനോപസന്നാൻ കസ്മാത് ഭജന്തി കവയോ ധനദുർമദാന്താൻ. ചോദിക്കുകയാണ് സുഖബ്രഹ്മർഷി പരീക്ഷത്തിനോടും നമ്മളോടും. ചീരാണിക്കും പതിന സന്ധി,
ചീരാണി എന്ന് പറഞ്ഞാൽ വഴിയിൽ കീറത്തുണികൾ, ആരെങ്കിലുമൊക്കെ വലിച്ചെറിഞ്ഞ തുണികൾ ഉണ്ടാവില്ലേ വഴിയിൽ? എന്തിനാ നിങ്ങൾ ഇന്ന ടെക്സ്റ്റൈൽസിൽ പോയിട്ട് കാഞ്ചീപുരം പട്ടും ബനാറസ് പട്ടും തന്നെ വേണമെന്ന് പറയുന്നത്? ആരെങ്കിലും വലിച്ചെറിഞ്ഞ തുണികൾ ഉണ്ടാവും ആവശ്യത്തിന്. അപ്പൊ പതി ചീരാണിന സന്ധിക്കും, വഴിയിൽ തുണിക്കഷ്ണങ്ങളൊന്നും കിട്ടാനില്ലേ. ഇനി പരഭൃത അംഗ്രിബാഹ ഭിക്ഷാം നൈവ ദിശന്തി, നിങ്ങൾക്ക് ഭിക്ഷ തരുന്നില്ലേ എന്നാ ചോദിക്കണം. ആര്? വൃക്ഷങ്ങൾ. നമുക്ക് ഈ പ്രകൃതിയിൽ അന്നമുണ്ടാക്കുന്നത് ആരാണ്? വൃക്ഷങ്ങളാണ്. ആ വൃക്ഷങ്ങൾ ഡയറക്റ്റായിട്ട് നമുക്ക് ഭക്ഷണം തരാൻ കാത്തു നിൽക്കുകയാണ് വഴിനീളെ. നിങ്ങൾ എന്തിനാ വല്ലവരുടെയും പുറകെ പോകുന്നത്? അവരൊന്നുമല്ല ഭക്ഷണം ഉണ്ടാക്കുന്നത്, അവർ കള്ളന്മാരാ. വൃക്ഷങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണത്തെ കട്ടെടുത്തിട്ട് ഇതാ ഞങ്ങൾ തരണു എന്ന് പറഞ്ഞ് തരിക. യഥാർത്ഥത്തിൽ ഇവിടെ ഭക്ഷണം തരുന്നത് വൃക്ഷങ്ങളാണ്. ഇവിടെ പ്രകൃതിയിൽ അന്നമുണ്ടാക്കുന്നത് സസ്യജാലങ്ങളാണ്. ആ സസ്യജാലങ്ങൾ പരഭൃത എന്ന് പറഞ്ഞാല് പരന്മാരെ ഭരിക്കുന്നവർ, പരന്മാരുടെ ഭൃത്യന്മാർ, പരോപകാരാർത്ഥമായി ഫലിക്കുന്നവരാണവര്. പരോപകാരായ ഫലന്തി വൃക്ഷാഹ, പരോപകാരായ വഹന്തി നദ്യഃ, പരോപകാരായ ദുഹന്തി ഗാവഃ, പരോപകാരാർത്ഥമിതം ശരീരം. അപ്പോൾ വൃക്ഷങ്ങളെല്ലാം പരോപകാരത്തിനാണ് കായ്ക്കുന്നതും പൂക്കുന്നതും. നദികൾ ഒഴുകുന്നത് പരോപകാരത്തിനാണ്, പശുക്കൾ ചുരക്കുന്നത് പരോപകാരത്തിനാണ്. അപ്പൊ നിങ്ങൾക്കും എന്തുകൊണ്ട് പരോപകാരത്തിന് ആയിക്കൂടാ നിങ്ങളുടെ ശരീരം? ഇതാണ് കവികൾ ചോദിച്ചത്. അപ്പൊ അത് തന്നെ ഇവിടെ പരഭൃത അംഗ്രിബാഹ, അംഗ്രിബാഹ എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങൾ, അംഗ്രി കൊണ്ട് പാനം ചെയ്യുന്നവർ, വേരുകൊണ്ട് കുടിക്കുന്നവർ. അവരുടെ കാല് വേരാണ്. വൃക്ഷങ്ങളുടെ അംഗ്രി, പാദമാണ് എന്ത്? വേര്. അതുകൊണ്ട് കുടിക്കുന്നത് കൊണ്ട് അവർക്ക് അംഗ്രിപങ്ങൾ, പാദപങ്ങൾ എന്നൊക്കെ പേര്. അപ്പൊ അംഗ്രിബാഹ പരഭൃത ഭിക്ഷാം നൈവ ദിശന്തി. വൃക്ഷങ്ങളൊക്കെ പൂക്കുന്നതും കായ്ക്കുന്നതും നിർത്തിയോ? അവർ മനുഷ്യർക്കൊന്നും തരാതെ ആയോ? ആർ ദേ നോട്ട് ഗിവിങ് യു എനിത്തിങ്? ആർ ദേ സ്റ്റോപ്ഡ് ഫ്ലവറിങ് ആൻഡ് ഗിവിങ് യു ഫ്രൂട്ട്സ്? വൃക്ഷങ്ങളൊക്കെ കായ്ക്കുന്നത് മുരടിച്ചു പോയോ? വഴിയിലൊന്നും വൃക്ഷങ്ങളില്ലേ? ഒന്നിലും പഴങ്ങളും മൂലങ്ങളും ഇല്ലേ? നിങ്ങൾക്കൊന്നും തരുന്നില്ലേ? അതാണ് ചോദ്യം. അതാണ് അംഗ്രിബാഹ പരഭൃത ദിശന്തി ഭിക്ഷാം നൈവ. ഇനി ചോദിക്കണു, സരിതോപി അശുഷ്യൻ. സരിത, സരിത്തുക്കൾ, ജലപ്രവാഹങ്ങൾ, നദികൾ. അശുഷ്യന് എല്ലാം പറ്റിപ്പോയോ? ചോദിക്കുകയാണ്, ഇവിടെ ചോദ്യമാണ്. എല്ലാ നദികളും വറ്റിപ്പോയോ? നിങ്ങൾക്ക് വെള്ളം കിട്ടാൻ വഴിയൊന്നുമില്ലേ? സരിതോപി അശുഷ്യൻ വൃദ്ധ ഗുഹ. കാട്ടിലും ഗുഹകളിൽ മറ്റേ പർവ്വതങ്ങളിലൊക്കെ ഉള്ള ഗുഹകളൊക്കെ ആരെങ്കിലും വാതിലിട്ട് അടച്ചുവാ? ഗുഹകൾ സ്വയം അടച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞോ? എത്ര ഗുഹകൾ എവിടെയൊക്കെ തുറന്നു കിടപ്പുണ്ട് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട്. എന്താ നിങ്ങൾ ഗുഹകളൊക്കെ അടച്ചു എന്ന് പറയണത് എന്ന് ചോദിക്കും പോലെയാണ് ഇവിടെ ചോദിക്കുന്നത്. രുദ്ധാഹ ഗുഹാഹ, ഗുഹകളൊക്കെ അടഞ്ഞു പോയോ? അജിതഹ ഉപസന്നാന്ന അവധി, അജിതനായ ഭഗവാൻ തന്നെ ശരണം പ്രാപിച്ചവരെ രക്ഷിക്കുന്നില്ലേ? ഈശ്വരൻ എല്ലാവരെയും കൈവിട്ടുവോ? കവയഃ ധനദുർമദാന്താൻ കസ്മാത് ഭജന്തി. അതുകൊണ്ട് കവികൾ, ദീർഘദർശികൾ, വിവേകികൾ എന്ത് ചെയ്യണം? ധനദുർമദാന്താൻ, ധനം കൊണ്ട് മതിച്ച, ദുർമതമുള്ള, കണ്ണ് കാണാത്ത അഹങ്കാരികളായ ജനങ്ങളെ എന്തിന് ഭജിക്കണം? കസ്മാത് ഭജന്തി. വൈ ഷുഡ് യു ഗോ ബിഹൈൻഡ് ദം ബെഗിങ്? ഒരാളുടെ പുറകെ നിങ്ങൾ എരന്നുകൊണ്ട് ഒന്നിനും പോകാതിരിക്കും. ആ അഹങ്കാരികളെ അവരുടെ പാട്ടിന് വിടും. ഒരാളുടെ പുറകെയും യാചിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല. പ്രകൃതി നമ്മളെ സ്വാഗതം ചെയ്യുന്നു. പ്രകൃതി നമുക്ക് വേണ്ടതൊക്കെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വല്ലവരുടെയും പുറകെ പോയി യാചിക്കേണ്ട ഒരു കാര്യവുമില്ല.
കസ്മാത് ഭജന്തി ധനദുർമദാന്താൻ. അഹങ്കാരികളെ നിങ്ങൾ എന്തിനു സേവിക്കണം? അതുകൊണ്ട് അവരെയൊക്കെ വിടൂ, എന്നെ പോലെ നോക്കൂ എന്ന് സുഖബ്രഹ്മർഷി പറയുകയാണ്. ചീരാണി കിം പതിന സന്ധി ദിശന്തി ഭിക്ഷാം നൈവാംഗ്രിപാ പരഭൃത സരിതോപ്യശുഷ്യൻ രുദ്ധാഗുഹാ കിമജിതോവദിനോപസന്നാൻ കസ്മാത് ഭജന്തി കവയോ ധനദുർമദാന്താൻ. ഇത് തന്നെയാണ് ആചാര്യ ഭഗവത്പാദര് മറ്റൊരു രീതിയിൽ ഭജഗോവിന്ദത്തിൽ പറഞ്ഞത്. രത്യാചർപ്പണ വിരചിത കന്ദ പുണ്യ വിവർജിത പന്ദ യോഗീ യോഗ നിയോജിത ചിത്ത രമതേ ബാലോന്മത്തവദേവ. രത്യാചർപ്പണ വിരചിത കന്ദ, ഒരു യോഗി രഥ്യാചർപ്പണം എന്ന് പറഞ്ഞാൽ തെരുവിൽ കിടക്കുന്ന ചപ്പകള്, തെരുവിൽ കിടക്കുന്ന അഴുക്ക് തുണികൾ, രഥ്യാചർപ്പണ വിരചിത കന്ദ, അതുകൊണ്ട് തനിക്കൊടുക്കാനുള്ള കന്ദ വസ്ത്രം വിരചിച്ചു. കിട്ടിയ തുണികളെയൊക്കെ കൂട്ടിക്കെട്ടിയിട്ട് ഒരു വസ്ത്രമാക്കി മാറ്റി. രഥ്യാചർപ്പണ വിരചിത കന്ദ പുണ്യ വിവർജിത പന്ഥ. പുണ്യപാപങ്ങളാകുന്ന പന്ഥാവിനെയൊക്കെ വെടിഞ്ഞുകൊണ്ട് യഥേഷ്ടം സഞ്ചരിക്കുന്നു. യോഗീ യോഗ നിയോജിത ചിത്ത, യോഗനിയോജിത ചിത്തനായ ഒരു യോഗി രമതേ ബാലോന്മത്തവദേവ. ബാലവത് ഉന്മത്തവത് രമതേ. ഒരു ഉന്മത്തനെ പോലെയോ ഒരു ബാലനെ പോലെയോ ഒരു യോഗി രമിച്ചുകൊണ്ട് നടക്കുന്നു. കൗപീനവന്തഃ ഖലു ഭാഗ്യവന്തഃ. അല്ലേ? ആ കൗപീനം മാത്രമെടുത്ത് വൃക്ഷമൂലത്തിൽ ഉറങ്ങുന്നവരും ഭിക്ഷാന്ന മാത്രേണ ച തുഷ്ടിമന്തഃ അശോകവന്തഃ കരുണൈകവന്തഃ കൗപീനവന്തഃ ഖലു ഭാഗ്യവന്തഃ. ഇങ്ങനെ എത്ര കവികൾ പാടിയിരിക്കുന്നു. പക്ഷെ നമ്മുടെ ആർത്തി വർദ്ധിച്ച് വരികയാണ്, അത്യാഗ്രഹം വർദ്ധിച്ച് വരികയാണ്. എന്ത് കിട്ടിയാലും മതിയാവുന്നില്ല നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഈ ഓട്ടം, ഈ അധ്വാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്. ചിന്തിക്കുക. ചീരാണി കിം പതിന സന്ധി ദിശന്തി ഭിക്ഷാം നൈവാംഗ്രിപാ പരഭൃത സരിതോപ്യശുഷ്യൻ രുദ്ധാ ഗുഹാ കിമജിതോവദിനോപസന്നാൻ കസ്മാത് ഭജന്തി കവയോ ധനദുർമദാന്താൻ. ഏവം സ്വചിത്തേ സ്വതയേവ സിദ്ധഃ ആത്മാ പ്രിയോർത്ഥോ ഭഗവാൻ അനന്തഃ തം നിർവൃതോ നിയതാർത്ഥോ ഭജേത സംസാരഹേതൂപരമശ്ച യത്ര. ഏവം സ്വചിത്തേ സ്വതയേവ സിദ്ധഃ ആത്മാ പ്രിയോർത്ഥോ ഭഗവാൻ അനന്തഃ തം നിർവൃതോ നിയതാർത്ഥോ ഭജേത സംസാരഹേതൂപരമശ്ച യത്ര. അപ്പോൾ ഏവം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട്, മുമ്പ് പറഞ്ഞതുപോലെ ചിന്തിച്ചിട്ട്, സ്വചിത്തേ സ്വന്തം ചിത്തത്തിൽ, സ്വതയേവ സിദ്ധഃ പ്രിയഃ അർത്ഥഃ ഭഗവാൻ അനന്തഃ ആത്മാ. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളില് സ്വതയേവ സിദ്ധഃ, സ്വതസിദ്ധനാണ് ഭഗവാൻ. ഭഗവാനെ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഭഗവാനെ എവിടുന്നെങ്കിലും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഭഗവാൻ എപ്പോഴും നമ്മുടെ ഹൃദയത്തില് സ്വതയേവ സിദ്ധഃ പ്രിയഃ, നമുക്ക് ഏറ്റവും പ്രിയനായിട്ട്, പ്രേമസ്വരൂപനായിട്ട്, നമ്മുടെ ആത്മാവായി, അർത്ഥഃ പരമാർത്ഥമായി, സത്യസ്വരൂപനായി ആ ഭഗവാൻ അനന്തഃ അപരിച്ഛേദ്യനായിട്ടുള്ള ഭഗവാൻ ആത്മാ നമ്മുടെ ഉള്ളിൽ നിർവൃതഃ ആനന്ദത്തോടു കൂടിയവനായി, നിയതാർത്ഥഃ നിശ്ചയിച്ചതായിട്ടുള്ള സ്വരൂപത്തോടു കൂടിയവനായിട്ടുള്ള അവനിരിക്കുന്നു.
അങ്ങനെയുള്ള തം ഭജേത, ആ ഭഗവാനെ ഭജിക്കണം. എത്ര സംസാരഹേതു ഉപരമഃ, അപ്പോൾ മാത്രമാണ് ആ ഭഗവത് ഭജനത്തിലാണ് സംസാരഹേതു. എന്താണ് സംസാരഹേതു? അജ്ഞാനം, അവിദ്യ, അതിൻ്റെ ഉപരമം, നാശം. അപ്പം നിരന്തരം നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ആത്മാവായി ഏറ്റവും പ്രിയനായി ആനന്ദസ്വരൂപനായിരിക്കുന്ന ആ ഭഗവാനെ ഭജിക്കൂ, നിങ്ങളുടെ അജ്ഞാനം നശിക്കും. അപ്പം എന്താ ഈ പറഞ്ഞത്? സത്യം പരം ധീമഹി. അതുതന്നെയാണ് ആ പരമസത്യത്തെ ധ്യാനിക്കുവിൻ. സത്യസ്വരൂപനായ ഭഗവാനെ നിങ്ങളുടെ ആത്മസ്വരൂപനായി, ആനന്ദസ്വരൂപനായി, പൂർണ്ണസ്വരൂപനായി, അനന്തനായി, പ്രേമസ്വരൂപനായി, സ്വതസിദ്ധനായി അറിഞ്ഞുകൊണ്ട് ഭജിക്കുവിൻ. നിങ്ങളുടെ ഉള്ളിൽ എല്ലാം നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ സ്വയം പൂർണ്ണരാണ്, ആത്മസ്വരൂപികളാണ്, ഭഗവത് സ്വരൂപികളാണ്. എന്തിന് കരയണം? എന്തിന് വിഷമിക്കണം? മാ ശുച അശോച്യാൻ അന്വശോചസ്ത്വം. അറിവില്ലായ്മ കൊണ്ടാണ്, അജ്ഞാനം കൊണ്ടാണ് നമ്മൾ വിഷമിക്കുന്നത്. വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ആത്മാവായി ഭഗവാൻ കുടികൊള്ളുന്നു. ആനന്ദസ്വരൂപനാണ്, സത്യസ്വരൂപനാണ്. ആ ഭഗവാനെ ഭജിക്കുവിൻ. ആ ഭഗവാനെ ഭജിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അജ്ഞാനം നശിച്ച് സമാധാനവും ശാന്തിയും ആനന്ദവും അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. അപ്പം അവിടേക്ക് തന്നെ വന്നു. കസ്താം ത്വനാദൃത്യ പരാനുചിന്താം ഋതേ പശൂൻ അസതീം നാമ യുഞ്ജ്യാത് പശ്യൻ ജനം പതിതം വൈതരണ്യാം സ്വകർമ്മജാൻ പരിതാപാൻ ജുഷാണം. കസ്താം ത്വനാദൃത്യ പരാനുചിന്താം ഋതേ പശൂൻ അസതീം നാമ യുഞ്ജ്യാത് പശ്യൻ ജനം പതിതം വൈതരണ്യാം സ്വകർമ്മജാൻ പരിതാപാൻ ജുഷാണം. അപ്പം അതുകൊണ്ട് വിവേകമുള്ളവർ ഈ ചിന്തയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ ചിന്തയെ അവഗണിച്ചുകൊണ്ട് ആരാണ് പിന്നെയും നരകത്തിലേക്ക് പോകാനുള്ള വഴി അന്വേഷിക്കുക? അതാണ് ഇവിടെ ചോദിക്കുന്നത്. പശൂൻ ഹൃദേ, ഹൃദേ പശൂൻ, രണ്ടാമത്തെ വരിയിൽ ഹൃദേ പശൂൻ, പശുക്കളല്ലാതെ, മൂഢജനങ്ങളല്ലാതെ, മൃഗങ്ങളല്ലാതെ, കഹ, കഹ ഏതൊരുവനാണ് താം പരാനുചിന്താം അനാദൃത്യ, ആ പരനെ കുറിച്ചിട്ടുള്ള അനുചിന്തയെ അനാദരിച്ച്, ആ പരനായിട്ടുള്ള പരമാത്മചിന്തയെ അനാദരിച്ചുകൊണ്ട്, അതിനെ അവഗണിച്ച്, വൈതരണ്യാം പതിതം സ്വകർമ്മജാൻ പരിതാപാൻ ജുഷാണം ജനം പശ്യൻ അസതീം യുഞ്ജ്യാത്. ജനങ്ങൾ കഷ്ടപ്പെടുന്നത് കണ്ടിട്ടും അവർ സ്വയം നരകയാതനകൾ അനുഭവിച്ചിട്ടും അതിൽ നിന്ന് വിരക്തരാവാതെ അവർ വീണ അതേ വഴിയിൽ തന്നെ പോയി വീഴുന്നത് എത്ര പശുത്വമാണ്! അതാണ് വൈതരണ്യാം പതിതം. വൈതരണി എന്നുള്ളത് നരകത്തിലുള്ളൊരു നദിയാണ്. മലവും മൂത്രവും രക്തവും ചലവും കപവും എല്ലാം കലർന്നൊഴുകുന്ന വൃത്തികെട്ട ഒരു നദിയാണ് വൈതരണി എന്ന് പറയുന്ന നദി. അപ്പം അതുപോലെ ഉള്ള അവസ്ഥയിലേക്ക് പതിച്ചു കിടക്കുന്ന സ്വകർമ്മജാൻ പരിതാപാൻ ജുഷാണം, സ്വന്തം കർമ്മത്തിൽ നിന്ന് ജനിച്ച പരിതാപങ്ങളെ, ദുഃഖങ്ങളെ, ദുരിതങ്ങളെ ജുഷാണം സേവിക്കുന്ന, അനുഭവിക്കുന്ന, സ്വകർമ്മഫലം അനുഭവിക്കുന്ന മൂഢജനങ്ങളെ ഇതുപോലെ നരകങ്ങൾ അനുഭവിക്കുന്നത് കണ്ടിട്ടും, ആ ജനം പശ്യൻ, അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടും അസതീം യുഞ്ജ്യാത്, പിന്നെയും അതേ അസത്തായ വിഷയങ്ങളെ തന്നെ സേവിക്കുന്നത്, അതിൽ തന്നെ വീണ്ടും നിങ്ങൾ യുക്തരാവുന്നത് എന്തേ? കുറേ ആളുകൾ വീണ് കിടക്കുന്നത് കാണുന്നില്ലേ? എന്നിട്ടും അതേ വഴി തന്നെ പോയി നിങ്ങളും അതിൽ തന്നെ ചാടുകയാണോ? ഒരാൾ മുമ്പിൽ പോകുന്ന ഒരാൾ ഒരു കല്ലിൽ എരടെന്ന് കണ്ടാൽ നമ്മൾ വഴിമാറി പോവാറുണ്ട്. അതേ കല്ലിൽ പോയി കാലെരടുമോ?
ഒരാൾ മുമ്പിൽ ഒരു പൊട്ടക്കിണറ്റിൽ വീഴുന്നത് കണ്ടാൽ നമ്മൾ ജാഗ്രതയോട് കൂടിയിട്ട് അയ്യോ ഞാനും വീഴരുത് എന്ന് വിചാരിക്കണം. മറ്റു ജന്തുക്കളൊക്കെ അങ്ങനെയല്ല, വീഴും. ചിന്തിക്കാൻ കഴിവില്ലാത്ത ജന്തുക്കളൊക്കെ വീഴും അല്ലേ? എലിയെ പിടിക്കുന്ന പല കെണികളും കണ്ടിട്ടില്ലേ? കുറേ എലികളുള്ള സ്ഥലമാണെങ്കിൽ ഒരു നല്ല സിലിണ്ടർ പോലെയുള്ള ഒരു ബക്കറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു മൂടി, അതിൻ്റെ മുകളിൽ കൊതിപ്പിക്കുന്ന എന്തെങ്കിലും വെക്കും. ഈ ബക്കറ്റിൻ്റെ ഉള്ളിലും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബക്കറ്റിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വെച്ചിട്ട് ആ മൂടിയാണെങ്കിലോ അത് കിടന്നിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കും. ബാലൻസ് ഇല്ലാത്തൊരു കവർ. അപ്പോൾ എലികൾ വരി വരിയായിട്ട് അതിൻ്റെ മുകളിൽ കയറും. അത് കഴിക്കാൻ നോക്കുമ്പോൾ ഇവിടെയും ഉള്ളിലേക്ക്, അടുത്ത ബക്കറ്റിൻ്റെ ഉള്ളിലേക്ക്. പിന്നെ ആ ബക്കറ്റിൽ നിന്ന് കയറാൻ പറ്റില്ല, പെട്ടു. നമ്മൾ യൂട്യൂബിലും വാട്സപ്പിലും ഒക്കെ ആൾക്കാർ അയച്ചു തരുന്നു നമുക്ക് ഇഷ്ടം പോലെ അല്ലേ? അങ്ങനെ ഒരു 50 എലി വരണമെങ്കിൽ ഒരു ബക്കറ്റിൽ തന്നെ പെടും. അപ്പോൾ മറ്റേ ഒരു എലി വീണത് കണ്ടിട്ട് രക്ഷപ്പെടാൻ ഞാനില്ല ഈ വഴിക്ക് എന്ന് വിചാരിക്കുന്നില്ല. അപ്പോൾ ആ എലിയും ഈ മനുഷ്യരും തമ്മിൽ എന്താ വ്യത്യാസം? കുറേ ആളുകൾ വീണ് കിടക്കുന്നത് കണ്ടിട്ടും അതേ നരകത്തിലേക്ക് തന്നെ പിന്നെയും പോയിക്കൊണ്ടിരിക്കുന്ന മൂഢജനങ്ങളെക്കുറിച്ച് എന്താ പറയുക? സുഖബ്രഹ്മർഷി നമ്മളോടൊക്കെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. അതുകൊണ്ട് പരീക്ഷ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണ നിർവേദമായാത് നാസ്ത്യകൃതകൃതേന. ഈ ലോകാനുഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കൂ, എന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കൂ. ഇതാണ് ഈ ശ്ലോകത്തിന്റെ താല്പര്യം. കസ്താം ത്വനാദൃത്യ പരാനുചിന്താം ഋതേ പശൂന സതീം നാമയുഞ്ച്യാത് പശ്യൻ ജനം പതിതം വൈതരണ്യാം സ്വകർമ്മജാൻ പരിതാപാൻ ജുഷാണം. ഇനി വിഷയം മാറ്റുന്നു. വേറെ ചിലരാവട്ടെ, വിവേകികളാവട്ടെ, ഭഗവാനെ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞ് ഭഗവാന്റെ ഒരു ധ്യാനത്തെ വർണ്ണിക്കുകയാണ്. നാളെ കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. ഇപ്പോൾ ഭാഗവതം നാളെ കാണാം. വൈകിട്ട് സുന്ദരകാന്ഡം. ഹരി ഓം. ഹരി ഓം.